ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഒരു ധ്യാനകഥ. ധ്യാന സാധകൻ ഉറക്കത്തിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണരാറുണ്ട്. എന്തോ ഒരു അസ്വസ്ഥത അദ്ദേഹത്തെ പിടികൂടിയിട്ടുണ്ട്. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണരുന്നത്. അങ്ങനെ ഒരു ദിവസം ഉണർന്നെണീറ്റപ്പോൾ പെട്ടെന്നൊരു ബോധോദയം ഉദിച്ചതുപോലെ ഗുരുവിനെ കാണാൻ വേണ്ടിയിട്ട് ധ്യാനമന്ദിരത്തിലേക്ക് പോകുകയാണ്. ധ്യാനമന്ദിരത്തിലെത്തിയപ്പോൾ ഗുരു അവനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ധ്യാനസാധകൻ അകത്തേക്ക് കയറി വന്നപ്പോഴത്തേക്ക് ഗുരു ചോദിച്ചു, എന്താണ് പ്രിയനെ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നത്? സാധാരണ നീ വിളിച്ച് ചോദിച്ചിട്ടല്ലേ വരുന്നത്, പെട്ടെന്ന് എന്ത് പറ്റി? അപ്പം ധ്യാനസാധകൻ പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് അങ്ങേ കാണണം തോന്നി, അതാണ് വന്നത്. ഗുരു ചോദിച്ചു, അതിനെന്താ കാരണം? പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? ധ്യാനസാധകൻ ഒന്ന് അതിശയത്തോടു കൂടി ചോദിച്ചു, എല്ലാം അങ്ങേക്ക് അറിയാവുന്നതല്ലേ, എന്നിട്ട് എന്തിനാണ് അങ്ങ് ഇങ്ങനെ ചോദിക്കുന്നത്? ധ്യാനഗുരു ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറയാണ്, എന്നാ ഒരു കാര്യം ചെയ്യൂ, നീ അകത്തു പോയി ധ്യാന ഹാളിൽ പോയിട്ട് അവിടെ ഇരുന്നൊന്ന് ധ്യാനിക്കൂ. അപ്പം ധ്യാനസാധകന് ആകെ വിഷമമായി. ധ്യാനസാധകൻ ഗുരുവിനോട് പറഞ്ഞു, എനിക്ക് ധ്യാനിക്കാൻ പറ്റുന്നില്ല, അതാണ് എൻ്റെ വിഷമം, അത് പറയാനാണ് ഞാൻ വന്നത്. ഗുരു ഒന്നും കൂടി പറഞ്ഞു, സാരമില്ല, നീ അകത്ത് പോയിരുന്ന് ധ്യാന ഹാളിൽ മൂർത്തിയുടെ മുന്നിലിരുന്ന് ധ്യാനിക്കൂ എന്ന് പറഞ്ഞു. ധ്യാനിക്കാൻ ശ്രമിച്ചു നോക്കൂ. അപ്പം ധ്യാനസാധകൻ അകത്തേക്ക് പോവുകയാണ്. ധ്യാന ഹാളിലേക്ക് പോയി. ധ്യാന ഹാളിലൊരു മൂർത്തിയുടെ രൂപമുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലിരുന്ന് ധ്യാനിക്കാൻ വേണ്ടി കണ്ണുകൾ അടച്ചു. കണ്ണുകൾ അടച്ചപ്പോഴത്തേക്ക് ഒന്നിനു പിറകെ ഒന്നൊന്നായിട്ട് ചിന്തകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. ധ്യാനസാധകന് ആകെ വിഷമായി, അദ്ദേഹം കരയാൻ തുടങ്ങി. അപ്പം ഗുരു തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഗുരു ധ്യാനസാധകൻ്റെ അടുത്ത് പറയും, നീ എന്തിനാണ് പ്രിയനെ കരയുന്നത്? അപ്പം ധ്യാനസാധകൻ പറയും, ഗുരു, എനിക്ക് ഒട്ടും ധ്യാനിക്കാൻ സാധിക്കുന്നേ ഇല്ല, എനിക്ക് ചിന്തകൾ ഒന്നിനു പിറകെ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ധ്യാനഗുരു പറയും, നീ നിൻ്റെ മനസ്സിനെ കൂട്ടുപിടിച്ചത് കൊണ്ടാണ് നിനക്ക് ധ്യാനിക്കാൻ സാധിക്കാത്തത്. ധ്യാനസാധകൻ ഒന്ന് കൺഫ്യൂഷനായിട്ട് സാധകൻ പറയും, ഞാൻ വിചാരിച്ചു എൻ്റെ മനസ്സെന്നെ സഹായിക്കും, മുന്നോട്ട് പോകാൻ സഹായിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ധ്യാനഗുരു ചിരിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ മനസ്സ് നിന്നെ സഹായിക്കുമായിരുന്നു, പക്ഷെ എങ്ങനെയായിരുന്നെങ്കിൽ നീ നിൻ്റെ മനസ്സിനെ ജാഗ്രതയിൽ ഈ നിമിഷത്തിൽ നിർത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ മനസ്സ് നിന്നെ മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു. അപ്പോഴാണ് ധ്യാനസാധകന് സത്യം മനസ്സിലായത്. ധ്യാനസാധകൻ ഗുരുവിനോട് പറയും, ശരിയാണ് ഗുരു, എനിക്കിപ്പോഴാണ് സത്യം ബോധ്യപ്പെട്ടത്. ഞാൻ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല, അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. ധ്യാനസാധകൻ കണ്ണുകൾ മുറുക്കി അടച്ച് ഈ നിമിഷത്തിൽ തൻ്റെ മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കണ്ണടച്ച് തന്നെ ധ്യാനം നിലനിൽക്കാനായിട്ട് ഇരിക്കാൻ തുടങ്ങി. ഈ കഥയുടെ തത്വം എന്തെന്ന് വെച്ചാൽ, നമ്മൾ മനസ്സിൻ്റെ ചെണ്ടയാവാതെ ഇരിക്കുക എന്നുള്ളതാണ്. ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യുക. സ്വയം മനസ്സിനെ നിരീക്ഷിച്ച്, മനസ്സിൻ്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം നിരീക്ഷിച്ച് അതിനെ ശാന്തമാക്കി ഇരിക്കുക എന്നുള്ളതാണ് ഒരു സാധകൻ്റെ കടമ. അവധൂജി രചിച്ച ഈ ധ്യാനകഥയെ മനനം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ കൊല്ലം ജില്ലയിലെ കോട്ടുക്കൽ ഗുഹാക്ഷേത്രത്തിന് സമീപത്തുള്ള തുളസി കോട്ടുകൾ എന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. തുളസിജിയെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ കൂടുതൽ ചോദിച്ചറിയാം. അദ്ദേഹത്തെ നമുക്ക് സത്സംഗത്തിലേക്ക് സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യാം. നമസ്തേ ജി.
അങ്ങ് ഒരു സാഹിത്യകാരനാണല്ലോ. അപ്പം അങ്ങ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം, അങ്ങയുടെ ബാല്യം തൊട്ട് നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് താല്പര്യം. കോട്ടക്കൽ ഗുഹാക്ഷേത്രത്തിനടുത്തുള്ള കൽത്തൃക്കോവിൽ താഴത്ത് വീടെന്ന് പറയുന്ന വീട്ടിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ അച്ഛൻ്റെ പേര് ഗോപാലപിള്ള, അമ്മയുടെ പേര് ഗൗരിയമ്മ. തൊട്ടടുത്തുള്ള LP സ്കൂളിലാണ് അമ്മ പഠിച്ചിരുന്നത്. അമ്മയ്ക്ക് 4ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ പോലും രാമായണവും മഹാഭാരതവും അമ്മ നന്നായി വായിക്കുകയും 5ാമത്തെ വയസ്സ് മുതൽ എന്നെ രാമായണം വായിച്ചു പഠിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് 6ാമത്തെ വയസ്സിൽ ഞാൻ രാമായണം ഭംഗിയായി വായിക്കുമായിരുന്നു. 6ാമത്തെ വയസ്സ് മുതൽ മഹാഭാരതവും ഞാൻ വായിച്ചു തുടങ്ങി. ഞാൻ കോട്ടക്കൽ LP സ്കൂളിലാണ് 1ാം ക്ലാസ്സിൽ പഠിച്ചത്. 1ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ തന്നെ മലയാളം അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ എനിക്ക് കഴിയുമായിരുന്നു. അതിൻ്റെ കാരണം അമ്മ എന്നെ പൂഴിയിൽ അക്ഷരം എഴുതി പഠിപ്പിച്ചതാണ് എൻ്റെ കാരണം. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും മൂത്ത പുത്രനാണ് ഞാൻ. ഞങ്ങൾ 2 ആൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ അങ്ങനെ വളർന്നു വരവേ കോട്ടക്കൽ, വയല എന്നീ 2 സ്ഥലങ്ങളിൽ LP UP ഒക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ചടയമംഗലം MGHS എന്ന് പറയുന്ന ഹൈസ്കൂളിലാണ് എൻ്റെ 8ാം ക്ലാസ് വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. അപ്പോൾ കോട്ടക്കലിൽ നിന്ന് ഈ MGHSലേക്ക് പോകാൻ 5 കിലോമീറ്റർ നടക്കണം. റബ്ബർ തോട്ടത്തിലൂടെയും വയലിലൂടെയുമാണ് നടന്ന് അന്ന് അവിടെ ചെല്ലേണ്ടത്. മുട്ടുവരെയുള്ള ഒരു നിക്കറുമൊക്കെ ഇട്ട്, ഒരു കൊച്ചുടുപ്പുമൊക്കെ ഇട്ട്, ഞാനൊരു പഴയ സഞ്ചി, ചാക്ക് സഞ്ചി പോലുള്ള സഞ്ചിയുമൊക്കെ പുസ്തകമൊക്കെ തൂക്കി അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു പൊതിച്ചോറുമായിട്ടാണ് പോകുന്നത്. ഈ പൊതിച്ചോറിൽ മുട്ടയപ്പവും ചമ്മന്തിയും കാണും. അങ്ങനെ എൻ്റെ 2-3 കൂട്ടുകാർ ഇവിടെ നിന്നുണ്ട് അങ്ങോട്ട് പോകാൻ. അവരുമൊത്ത് ഞാനങ്ങനെ പോകും. ഞാൻ വളരെ ചെറുതാണ്, അല്പം ഉയരം എനിക്കുള്ളൂ, കൊച്ചൻ. അങ്ങനെ ഈ മുതിർന്ന കുട്ടികളാണ് എൻ്റെ മുമ്പേ പോകുന്നത്. ഞാൻ അവരുടെ കുറേ അങ്ങനെ പോകുന്ന വഴിക്ക് ഈ വയലിലിറങ്ങി അങ്ങ് സ്കൂളിൽ കയറും. ഒരു ദിവസം എനിക്കുള്ള ഓർമ്മ അന്നൊരു വ്യാഴാഴ്ചയാണെന്നാണ്. ഇവരാരും വന്നില്ല. ഞാൻ തനിയാണ് സ്കൂളിലേക്ക് പോകുന്നത്. ഈ റബ്ബർ തോട്ടം ഇറങ്ങി അങ്ങ് വയലിലിറങ്ങി ഞാൻ അല്പദൂരം നടന്നപ്പോൾ ഒരു വരമ്പിൻ്റെ കരയിൽ മടായുടെ അടുത്ത്, അതായത് 2 വരമ്പുകൾക്കിടയിലൂടെ വെള്ളം ഒഴുകി പോകുന്നതിനാണ് ഈ മട എന്ന് പറയുന്നത്. ആ മടായുടെ അടുത്ത് ഒരു മനുഷ്യൻ ഇരിക്കുന്നു. ഞാൻ അയാളെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോനെ വഴിയെ പോകുമ്പോൾ സൂക്ഷിക്കണം, പിള്ളേർ പിടിക്കുന്ന ആളുകളുണ്ട്, അവർ പിടിച്ച് പൊക്കണത്തെ ഇട്ടുകൊണ്ട് പോക്കളയും, അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നീ പോകാവൂ എന്ന് അമ്മ എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇയാൾ അടുത്തെന്നൊന്ന് നോക്കി അവിടെ നിന്നു. പേടിച്ചാണ് നിൽക്കുന്നത്. ഇടത്തോട്ടും വലത്തോട്ടും എനിക്ക് പോകാൻ പറ്റത്തില്ല, കാരണം 2ഉം വയലാണ്, ഇറങ്ങിയ പുതയും, അതുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇയാൾ പോകാതെ എനിക്ക് മട ചാടി അപ്പുറത്ത് പാനും പറ്റത്തില്ല. ഞാൻ പുറകോട്ടും മുമ്പോട്ടും നോക്കി, ഒറ്റ മനുഷ്യനും വരുന്നതുമില്ല. കരഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നിൽക്കുമ്പോൾ ഇയാൾ ഈ വിളഞ്ഞു വരുന്ന നെല്ലിൻ്റെ ഊര ഇളക്കി തിന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇയാൾക്ക് വിശപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ കയ്യിലിരുന്ന പൊതി എന്താണെന്നറിയില്ല, ഏതോ ഒരു ഉൾപ്രേരണയാൽ ഇയാൾക്കങ്ങ് കൊടുത്തു. ഇയാൾ ഈ പൊതി മേടിച്ച് പൊതി ഇളക്കി, പേപ്പർ ഇളക്കി, മുട്ടയപ്പം എടുത്തങ്ങ് വയലിൽ കളഞ്ഞു, ചമ്മന്തി എടുത്തങ്ങ് വയലിൽ കളഞ്ഞു. ഈ ചോറ് അവിടെ ഇരുന്ന് തന്നെ അങ്ങ് തിന്ന് മൊത്തം. എന്നിട്ട് ആ ഇലയിൽ കൈയും തുടച്ചിട്ട്
ഇയാളങ്ങ് എഴുന്നേറ്റു. ഒരു ചെറിയ തുണി മാത്രമേ നഗ്നത മറയ്ക്കാൻ ഇയാൾക്കുള്ളൂ. ഇയാളെ മൊത്തത്തിൽ ഞാനൊന്ന് നോക്കി. എന്നോട് ഒരക്ഷരം മിണ്ടാതെ ഇയാൾ ആ വയലിൻ്റെ വേറൊരു ഭാഗത്തോട്ട് നടന്നു. ഞാൻ കുറച്ച് സമയം കൂടെ അവിടെ നിന്നു. ഈ മനുഷ്യനെ എൻ്റെ മനസ്സിനകത്ത് തന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ട് ഞാൻ പള്ളിക്കൂടത്തിൽ ചെന്നു. ബെല്ലടിച്ചു. ക്ലാസ്സിൽ കയറി. ടീച്ചർ വന്ന് ബോർഡിൽ പേരൊക്കെ വിളിച്ചതിന് ശേഷം ബോർഡിൽ ബയോളജിയാണെന്ന് പഠിപ്പിക്കുന്നത്. കിഡ്നിയുടെ പടം ബോർഡിൽ. എന്നിട്ട് സുപ്പീരിയർ വീന കാവ, ഇൻഫീരിയർ വീന കാവ എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ അങ്ങോട്ട് കിഡ്നി പഠിപ്പിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഞാൻ രണ്ടാം ബെഞ്ചിൻ്റെ ഒരു മൂലയിൽ പോയി നോട്ട് ബുക്ക് എടുത്ത് ഈ ഭ്രാന്തനായ മനുഷ്യനെ കണ്ടതും വന്നതും മായ കാര്യങ്ങൾ അങ്ങോട്ട് എഴുതാൻ തുടങ്ങി. 1/4 മണിക്കൂർ കൊണ്ട് ഞാൻ 10-12 പേജ് ഇതങ്ങ് എഴുതി. ടീച്ചർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ക്ലാസ് തീർന്നു. ബെല്ലടിച്ചു. ടീച്ചർ എഴുന്നേക്കാൻ പറഞ്ഞു എന്നോട്. ആ പുസ്തകം എടുത്തുകൊണ്ട് ഇനി പാടാമെന്ന് പറഞ്ഞു. ഞാൻ പേടിച്ച് ഈ ബുക്കും എടുത്തുകൊണ്ട് ടീച്ചർ എടുത്ത് ചെയ്യുന്നു. ടീച്ചർ എന്നെയും പിടിച്ചുകൊണ്ട് നേരെ ആഫീസ് റൂമിലേക്ക് പോയി. നീലകണ്ഠപിള്ള എന്ന് പറയുന്ന ഒരു അധ്യാപകനാണ് അന്ന് ഹെഡ് മാസ്റ്റർ. പിന്നെ പുള്ളി വിദ്യാഭ്യാസ കമ്മീഷണറായിട്ട് ഇരുന്നാണ് റിട്ടയർ ചെയ്തത്. കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം മരിച്ചത്. ചങ്ങനാശ്ശേരിയിലായിരുന്നു മരണം. ഞാനവിടെ പോവുകയൊക്കെ ചെയ്തു. ഇപ്പം നീലകണ്ഠപിള്ള സാറിൻ്റെ അടുത്ത് എന്നെ കൊണ്ടുവന്നു. ഇപ്പം ഞാൻ ആഫീസ് റൂമിൽ കയറിയ ഉടനെ വലത്തേ വശത്തെ മൂലയിലോട്ട് നോക്കി. എന്തിനാ നോക്കിയെന്നറിയാമോ? അവിടെ 10ാം ക്ലാസ്സുകാരെ അടിക്കാൻ ഒരു ചൂരലുണ്ട്, 9ാം ക്ലാസ്സുകാരെ അടിക്കാൻ ഒരു ചൂരലുണ്ട്, 8ാം ക്ലാസ്സുകാരെ അടിക്കാനും ഒരു ചൂരലുണ്ട്. ഞാൻ ആ 8ാം ക്ലാസ്സുകാരെ അടിക്കുന്ന ചൂരലിലോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അടി എനിക്ക് ഉറപ്പാണ്. ടീച്ചർ റേച്ചൽ മത്തായി എന്നാണ് ടീച്ചറുടെ പേര്. ടീച്ചർ പിന്നെ നീലകണ്ഠപിള്ള സാറിൻ്റെ അടുത്തോട്ട് ഈ ബുക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ ഒരക്ഷരം പഠിക്കത്തില്ല സാറേ, വന്നിരുന്ന് എഴുതുക. ഇന്ന് ഞാൻ കിഡ്നിയാണ് പഠിപ്പിച്ചത്, ഒരക്ഷരം അവൻ അറിയത്തില്ല. ഇവൻ അത് മൊത്തം ഇതിരുന്ന് എഴുതുമായിരുന്നു. ഇത് എഴുതുന്നത് എന്തുവാന്ന് പോലും എനിക്കറിയത്തില്ല. ടീച്ചർ അപ്പോൾ സാറ് പറഞ്ഞു ബുക്കിഞ്ഞെടുത്ത. നീലകണ്ഠപിള്ള സാറ് ആ ബുക്ക് മേടിച്ചു. എന്നിട്ട് അത് വായിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പം ഞാനങ്ങനെ വിയർത്ത് വിമ്മി നിൽക്കുക. ടീച്ചറോട് പൊയ്ക്കോളാൻ പറഞ്ഞു. സാർ ഇടത്തേക്ക് ടീച്ചറങ്ങ് പോയി. ഞാനിങ്ങനെ പേടിച്ച് വിമ്മി നിൽക്കുക സാറിൻ്റെ മുമ്പിൽ. സത്യത്തിൽ മൂത്രം ഒഴിച്ചില്ലെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം നടന്ന് നിൽക്കുക. ഈ സമയത്ത് സാറ് മേശ തുറന്ന് 2 പ്യാരി മിഠായി എടുത്ത്, പഴയ പ്യാരി മിഠായി. അപ്പം ഇത് കേൾക്കുന്നവർക്ക് അത് ആ മിഠായിയെക്കുറിച്ചൊന്നും അറിയത്തില്ല. എങ്കിലും ഞങ്ങൾ അന്ന് 3 പൈസയോ 2 പൈസയും കണ്ട ഈ ഒരു മിഠായിയുടെ വില. 2 പ്യാരി മിഠായി എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. തിന്നടാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചിന്ത എന്താണെന്നറിയാമോ? പ്യാരി മിഠായി തന്ന് എന്നെ അടിക്കാനാണ്. മിഠായി തിന്നുമ്പോൾ അടി നടത്താമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മിഠായി തിന്നില്ല. തിന്നടാന്ന് സാർ ഉറക്കം പറഞ്ഞു. ഞാൻ ഒരു മിഠായി ചവച്ചുടച്ചങ്ങ് തിന്നു. എന്നിട്ട് സാർ എന്നോട് ചോദിച്ചു, ഇത് നീയാണോ എഴുതിയത്? ആണ് സാർ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി ഒന്നും എഴുതൂല. അവിടെ നിന്ന് ഞാൻ കൈകൂപ്പി പറഞ്ഞു, ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നും എഴുതത്തുമില്ല. സാർ എന്നെ അടിക്കാതിരുന്നാൽ മതി, ഞാൻ എഴുതത്തില്ല ഇനി. സാർ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഞാനിപ്പോഴും കണ്ണീരോടാണ് ആ സംഭവം ഓർക്കുന്നത്. സാർ എന്നോട് പറഞ്ഞു, നീ എഴുതണം. ഇത് നീയാണ് എഴുതിയതെങ്കിൽ ആ അരമണിക്കൂർ കൊണ്ടോ 3/4 മണിക്കൂർ കൊണ്ടോ ഈ 10-12 പേജ് നീയാണ് എഴുതിയതെങ്കിൽ ഇതിനകത്ത് ഒറ്റ മലയാളത്തിൽ ഒരു അക്ഷരം പോലും തെറ്റിയിട്ടില്ല. ഇത് നീയാണ് എഴുതിയതെങ്കിൽ നീ ഇനി എഴുതണം. ഇല്ല സാറേ, ഞാൻ എഴുതത്തില്ല. അതല്ല, നീ എഴുതണം. എഴുതാനുള്ള സ്നേഹത്തോടാണ് പറയുന്നത്, എഴുതണം എന്ന് പറഞ്ഞ് സാറെന്നെ വിളിച്ച് അടുത്ത് നിർത്തി. എൻ്റെ പുറത്തും തലയിലും എല്ലാം തടവി എനിക്കൊരു ഉമ്മയും തന്നു. അപ്പോഴത്തേക്ക് എനിക്കൊരു വിശ്വാസം വന്നു, അടിയില്ല, ഉറപ്പ്. സാർ ഈ ബുക്കുമായിട്ട് ക്ലാസ്സിലേക്ക് വന്നു.
എന്നിട്ട് ടീച്ചറെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പേടിക്കണ്ട, യമ ഇരുന്ന് വല്ലപ്പോഴുമൊക്കെ എഴുതിക്കോട്ടെ. എന്നിട്ട് നീ കിഡ്നിയൊക്കെ പഠിച്ചോ? സാറേ എനിക്ക് കിഡ്നി അറിയാം. അതൊക്കെ എനിക്ക് ഞാൻ വീട്ടിൽ വെച്ച് എന്നെ വായിച്ചു പഠിച്ചതാ, എനിക്കറിയാം അതല്ല. ശരി ശരി എന്ന് പറഞ്ഞ് ആ നീലകണ്ഠപിള്ള സാറാണ് എന്നെ എഴുതാനുള്ള പ്രേരണ ആദ്യം തന്നത്. അതിനുമുമ്പൊക്കെ ഞാൻ പലതും എഴുതുമായിരുന്നു. 2-3 നോട്ട് ബുക്ക് എനിക്കുണ്ടായിരുന്നു. ആ നോട്ട് ബുക്കിലൊക്കെ എഴുതുന്നതൊന്നും പൂർണ്ണമല്ലായിരുന്നു. ഞാൻ വായിക്കും, എഴുതും, കീറിക്കളയുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാലും നീലകണ്ഠപിള്ള സാറെന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ്റെ മഹത്തായ ആദ്യത്തെ പ്രേരണയാണ് എന്നെ എഴുതാൻ പ്രേരിപ്പിച്ചത്. ഞാൻ ആ കഥയുടെ രൂപത്തിൽ എഴുതിയ കഥ 5 വർഷങ്ങൾക്ക് ശേഷം മുമ്പേ പറക്കുന്ന പക്ഷികൾ എന്ന പേരിൽ ആ കഥ പുറത്തു വരികയും ചെയ്തു. സാറിനോടുള്ള നമോഭാഗം പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. തുളസിജി, ഈ അങ്ങ് എഴുതെന്ന് പറഞ്ഞല്ലോ, ഒട്ടേറെ ഇത് എഴുതിയിട്ടുണ്ടാവും, ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ആ എഴുത്തിൻ്റെ ആ ഒരു ലോകത്തിലേക്ക് കടന്നപ്പോഴത്തേക്ക് അങ്ങേ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തിത്വങ്ങൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ചോദ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്നെ എഴുത്തു വഴിയിൽ ആദ്യം സ്വാധീനിച്ചത് നീലകണ്ഠപിള്ള സാറാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. പക്ഷേ അത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു. 9ഉം 10ലും ഒന്നും അങ്ങനെ ആരും എന്നെ സ്വാധീനിക്കാനോ ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു ഹിന്ദി അധ്യാപകനുണ്ടായിരുന്നു. ഹിന്ദി ആണ് അദ്ദേഹത്തിൻ്റെ മെയിൻ സബ്ജക്റ്റ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതും ഹിന്ദിയായിരുന്നു. സാറെന്നെ ഹിന്ദി പഠിപ്പിച്ച് അവസാനം എന്നോട് പറഞ്ഞു, നീ ഒരിക്കലും ഹിന്ദി പഠിക്കത്തില്ല, ഹിന്ദി പഠിക്കാത്ത നിന്നെ ഇനി ഞാൻ ഹിന്ദി പഠിപ്പിക്കുന്നുമില്ല. അപ്പം ഞാൻ പരീക്ഷയ്ക്ക് എങ്ങനെ ജയിക്കും എന്ന് ഞാൻ സാറിനോട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു. പരീക്ഷയ്ക്ക് ജയിക്കാൻ 17 മാർക്ക് മതിയല്ലോ, അത് നീ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ഉണ്ടാക്കിയെടുത്താൽ മതി, അല്ല നീ ഹിന്ദിയിൽ ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ പിന്നെ ഞാൻ എന്തോ പഠിക്കണം? നീ സംസ്കൃതം പഠിച്ചാൽ മതി, ഹിന്ദി പഠിക്കാം. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹിന്ദി അറിയാത്ത ഞാൻ എങ്ങനെ സംസ്കൃതം പഠിക്കാനാണ്? മാർഗമുണ്ട് എന്ന് സാർ പറഞ്ഞതിന് ശേഷം സാർ അവിടെ നിന്ന് പോവുകയും സാർ അഞ്ചൽ സെൻറ്റ് ജോൺസ് കോളേജിൽ മലയാളം അധ്യാപകനായിട്ട്, സംസ്കൃത അധ്യാപകനായിട്ട് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഞാൻ 10ാം ക്ലാസ് പാസ്സായി. ഞാൻ അന്ന് കോളേജിൽ ചേരാൻ എനിക്ക് പറ്റിയില്ല. പകരം ഞാൻ മലയാളം വിദ്വാനാണ് അന്ന് ചേർന്നത്. മലയാളം ഐച്ഛികമായി എടുത്ത് ഞാൻ വിദ്വാന് ചേരുകയും അഞ്ചൽ തന്നെയാണ് ഞാൻ വിദ്വാന് പഠിച്ചത്. അങ്ങനെ പഠിക്കുന്ന അവസരത്തിൽ ഞാൻ സാറിൻ്റെ വീട്ടിൽ പോയി. സുമാരമുള്ള സാറ് എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ, തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹവും താമസിച്ചിരുന്നത്, ഡോക്ടർ കെ സുകുമാരപിള്ള. ഞാൻ സാറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഹിന്ദി അറിഞ്ഞൂടാ, പകരം ഞാനിപ്പോൾ മലയാളമാണ് എടുത്തേക്കുന്നത്. മലയാളം നിനക്ക് അറിഞ്ഞൂടല്ലോ, സാറ് പറഞ്ഞു. അല്ല, മലയാളം എനിക്ക് അറിയാം, ഭവ്യതയോടെ പറഞ്ഞു. അപ്പോൾ ഈ നിക്കർ മാറ്റിയാന്ന് ഞാൻ മുണ്ടുടുത്തു തുടങ്ങി. പാൻസൊന്നുമില്ല, മുണ്ടുടുത്തു തുടങ്ങി. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, തുളസി, മലയാളം പഠിക്കുമ്പോൾ ഒരു പേപ്പർ സംസ്കൃതമാണ്, 100 മാർക്കിന് സംസ്കൃതമുണ്ട്. നാളെ മുതൽ നീ എന്നും 4 മണിക്ക് ശേഷം എൻ്റെ മുറിയിൽ വരണം, അരമണിക്കൂർ നിന്നെ ഞാൻ സംസ്കൃതം പഠിപ്പിക്കും. അങ്ങനെ ഞാൻ സാറിൻ്റെ അടുത്ത് ചെല്ലുകയും സാർ എന്നെ സംസ്കൃതം പഠിപ്പിച്ച് തുടങ്ങുകയും ചെയ്തു. കുറേ നാൾ പഠിച്ചു കഴിഞ്ഞിട്ട് വിദ്വാന് ഞാൻ സംസ്കൃതം ഒരു പേപ്പറായിരുന്നു, എനിക്ക് 100 മാർക്കും കിട്ടി. സംസ്കൃതം ഞാൻ നന്നായി വായിക്കാനും ഉൾക്കൊള്ളാനും പഠിച്ചു. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, തുളസി, നീ മഹാഭാരതം സംസ്കൃതത്തിലൊന്ന് വായിക്കണം. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിയില്ല.
കോളേജിൽ നിന്ന് സംസ്കൃതത്തിലുള്ള ഒരു മഹാഭാരതം, വ്യാസൻ്റെ മഹാഭാരതം, 1,00,000-ൽ പരം വരികളുള്ള മഹാഭാരതം സാർ എടുത്തു വെച്ചിട്ട് എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു കോളേജിലോട്ട്. ഞാൻ കോളേജിൽ ചെന്നപ്പം ഒരു വലിയ ബാഗിനകത്ത് 10 പുസ്തകം എടുത്ത് വെച്ചിരിക്കുന്നു. സംസ്കൃതം. ഇത് നീ വീട്ടിൽ കൊണ്ടുപോയി സംസ്കൃതം വായിക്കണം എന്ന്. ഞാൻ വളരെ ഭവ്യതയോടും ധന്യതയോടെയും ആ പുസ്തകങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് വായിച്ചു. സംസ്കൃതത്തിലാണ് വായിച്ചത്. ആദ്യമൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ സാറെന്നോട് പറഞ്ഞു, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ പരിഭാഷയുണ്ട് മഹാഭാരതത്തിൻ്റെ, അതും കൂടെ ഞാൻ നിനക്ക് തരാം. അങ്ങനെ സാറ് മഹാഭാരതം പരിഭാഷ എനിക്ക് തന്നു. ഞാനിത് രണ്ടും കൂടെ വെച്ച് വായിച്ചപ്പോൾ വളരെ വേഗത്തിൽ എനിക്ക് അർത്ഥം മനസ്സിലായി. 1.25 വർഷം എടുത്തു. 1.5 വർഷം എടുത്തു കാണും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1.5 വർഷം എടുത്തു കാണും. ഞാനിത് മൊത്തം വായിച്ചു. 1,00,000-ൽ പരം ശ്ലോകങ്ങളും അവയുടെ അർത്ഥവും ഈ പറഞ്ഞ പിന്നെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ മഹാഭാരതം തർജ്ജമയും വായിച്ചു. എന്നിട്ട് ഞാൻ സാറിനോട് എന്ന് പറഞ്ഞു, സാറേ ഞാൻ വായിച്ച് തീർത്തു, മിടുക്കൻ, എനിക്കൊരു കാര്യം ചെയ്യും, നീ ഇത്രയും വായിച്ചല്ലോ, നീ മലയാളമാണല്ലോ പഠിക്കുന്നത്, നിനക്കിത് ഗദ്യരൂപത്തിലൊന്ന് എഴുതാമോ? സാറെന്നോട് ചോദിച്ചു. ഒരു വല്ലാത്ത ആശയം സാറിൻ്റെ മനസ്സിലേക്ക് നിറയ്ക്കുകയായിരുന്നു. ഞാൻ വീട്ടിൽ വന്നു, കുറേ നേരം അങ്ങനെ ഇരുന്നു. എന്നിട്ട് ഞാൻ നിത്യവും പോകുന്ന കോട്ടക്കൽ ഗുഹാക്ഷേത്രത്തിൽ, ഗണപതി ക്ഷേത്രത്തിൽ ചെന്നു. ആരുമില്ല അവിടെ. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ, ഒരു ഞായറാഴ്ചയാണ് ഞാൻ അവിടെ ചെല്ലുന്നത്, എനിക്ക് നല്ല ഓർമ്മയുണ്ടത്. അവിടെ ചെന്നു, ആരുമില്ല. ഏതാണ്ട് ഒരു 3 മണിക്കാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ അമ്പലം തുറന്നു കിടക്കുകയാണ്. അന്നേരം ഗേറ്റും ഒന്നുമില്ല, ഇന്നത്തെ പോലെ ഗേറ്റും ഒന്നും അമ്പലത്തിനില്ല, ചുറ്റും വയലാണ്. അവിടെ ഇടത്തെ പിന്നെ മുറിയിലുള്ള ഒരു മണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിൻ്റെ മുമ്പിൽ കയറി നന്ദികേശ്വരൻ്റെ തൊട്ടടുത്തായിട്ട് ചമ്മണക്കാലും കൂട്ടി കുറേ നേരം ഞാൻ ഇരുന്നപ്പോൾ വല്ലാത്തൊരനുഭൂതി എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്നതായി എനിക്ക് തോന്നി. ആരോ എന്നോട് പറയുന്നു, മഹാഭാരതം നിനക്ക് എഴുതാൻ പറ്റും, പോയിരുന്ന് എഴുത് എന്ന്. ഗദ്യരൂപത്തിൽ എഴുതാൻ പറ്റും, പോയിരുന്ന് എഴുത് എന്ന് ആരോ പറയുന്നതായി എനിക്ക് തോന്നി. പക്ഷെ ആ ശബ്ദമെല്ലാം സുകുമാരപിള്ള സാറിൻ്റെതായിരുന്നു. ആ ശബ്ദം സുകുമാരപിള്ള സാറിൻ്റെതായിരുന്നു. ഞാൻ വീട്ടിൽ വന്നു, വൈകിട്ട് കഞ്ഞിയൊക്കെ കുടിച്ച് ഇരുന്ന് എഴുതാൻ തുടങ്ങി. 1.5 വർഷം കൊണ്ട് ഹരിശ്രീ മഹാഭാരതം എന്ന പേരിൽ 1200 പേജുള്ള മഹാഭാരതം ഗദ്യം ഞാൻ എഴുതി തീർത്തു. സുകുമാരപിള്ള സാറാണ് അതിന് അവതാരി എഴുതിയിരിക്കുന്നത്. ഹരിശ്രീ ബുക്സ് എന്നും പറഞ്ഞ് പുല്ലൂർ എൻ്റെ സുഹൃത്ത് തന്നെ തുടങ്ങിയ ഒരു പബ്ലിഷിംഗ് ഹൗസിൽ ഞാനിത് കൊണ്ട് കൊടുക്കുകയും 6 വോള്യങ്ങളായിട്ട് ഹരിശ്രീ മഹാഭാരതം അവരിറക്കുകയും ചെയ്തു. ആ ഹരിശ്രീ മഹാഭാരതത്തിൻ്റെ ഓരോ വോള്യത്തിന് അന്ന് 10 രൂപയെ വിലയുള്ളൂ. 200 പേജ്, അങ്ങനെയാണ് 1200 പേജ്. 200 പേജുള്ള ഒരു പുസ്തകത്തിന് അന്ന് 10 രൂപയെ വിലയുള്ളൂ. അങ്ങനെയാണ് ആ പുസ്തകം പുറത്തിറങ്ങുന്നത്. സുകുമാരപിള്ള സാറാണ് അതിന് അവതാരി എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ചോദിച്ചല്ലോ, ഈ എഴുത്തു വഴിയിലേക്ക്, അത്രയും ഗഹനമായ എഴുത്തു വഴിയിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തിയത് നീലകണ്ഠപിള്ള സാറ് കഴിഞ്ഞാൽ ഡോക്ടർ PK സുകുമാരപിള്ള സാറാണ്. സംസ്കൃതത്തിൻ്റെ ഉയർന്ന കോഴ്സുകളൊന്നും ഞാൻ പാസ്സായിട്ടില്ല, പക്ഷേ ഋഗ്വേദം വരെ വായിച്ച് മനസ്സിലാക്കാൻ തക്കവണ്ണം സംസ്കൃതം എനിക്കറിയാം. ഞാനത് പഠിക്കുകയും ചെയ്തു. അതിനെല്ലാം ഞാൻ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ പ്രിയ ഗുരുനാഥൻ ഡോക്ടർ സുകുമാരപിള്ള സാറിനോടാണ്. സാഹിത്യകാരനേക്കാൾ കൂടുതലായിട്ട് അതിലെ കഥാപാത്രമാണോ സത്യം പറയുന്നത്? ആശയഗംഭീരമുള്ള
ഒരു ചോദ്യമാണ് ഇതെന്ന് ഞാൻ ആദ്യമേ പറയട്ടെ. ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ വേഡ്സ്വർത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: സാഹിത്യകാരനല്ല, സാഹിത്യകാരൻ്റെ ഉള്ള് പൂർണ്ണമായും പ്രകടമാക്കുന്ന കഥാപാത്രമാണ് യഥാർത്ഥത്തിൽ നേർമയേറിയ കാര്യങ്ങൾ പറയുന്നത്. അതിൽ ഈ നേർമയേറിയ കാര്യങ്ങൾ എന്നുള്ളതിന് പകരം നമ്മൾ സത്യമായ കാര്യങ്ങൾ എന്നിപ്പോൾ എടുത്താൽ മതി. കാരണം സാഹിത്യകാരൻ എന്തു പറയാൻ ഉദ്ദേശിക്കുന്നുവോ അദ്ദേഹം തൻ്റെ പരിസരത്തു നിന്നും, താൻ പഠിച്ചു വച്ച കാര്യങ്ങളിൽ നിന്നും, താൻ ഉൾക്കൊണ്ട കാര്യങ്ങളിൽ നിന്നും, തൻ്റെ ചിന്തകളിൽ നിന്നും, തൻ്റെ അനുഭവങ്ങളിൽ നിന്നും, തൻ്റെ ക്രമീകരണങ്ങളിൽ നിന്നും താൻ എന്താണോ മറ്റുള്ളവർക്ക് വേണ്ടി നൽകണമെന്ന് ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശിക്കുന്നതിൻ്റെ സത്യസന്ധമായ ആവിഷ്കരണമാണ് അദ്ദേഹം പുറത്തേക്ക് കൊണ്ടുവരുന്ന കഥാപാത്രങ്ങൾ. കഥാപാത്രങ്ങൾ എപ്പോഴും ഏത് നിമിഷവും എഴുത്തുകാരൻ്റെ ഭാവാവിഷ്കരണത്തെ സമ്പുടമായി പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു ചിന്തയാണ്. അങ്ങയുടെ എഴുത്തുകളിൽ അങ്ങേ വിശദീകരിക്കുന്നുണ്ടോ അതോ ആ വിഷയത്തെക്കുറിച്ച് മാത്രമാണോ പ്രതിപാദിക്കുന്നത്? ചോദ്യം രചനയുടെ ഗർഭാശയത്തെക്കുറിച്ചുള്ള ഒന്നാണ്. അതായത് ഏതൊരു വ്യക്തിയും താൻ എഴുതുന്ന രചനയുടെ ഒരു ഭാഗം മാത്രമാണ്. എഴുത്തെന്ന് പറയുന്നത് ഒരു പ്രത്യേക അവസരത്തിൽ, ഒരു വിഷയത്തിൽ തൻ്റെ ചിന്തയും തൻ്റെ പ്രകടനവും രൂപവൽക്കരിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരാശയമാണ്. ഇപ്പോൾ ഒരു കഥ നമ്മൾ എഴുതിയാലും, ഒരു ലേഖനം നമ്മൾ തയ്യാറാക്കിയാലും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രചന നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ ആ രചനയിൽ നമ്മൾ എന്ന് പറയുന്നത്, എഴുത്തുകാരൻ എന്ന് പറയുന്ന വ്യക്തി അന്തർലീനമാണ്. യാതൊരു സംശയമില്ല. കാരണം എഴുത്തുകാരൻ എന്ന വ്യക്തി അതിൽ അന്തർലീനമായില്ലെങ്കിൽ ധ്യാനാവസ്ഥയിലിരിക്കുന്ന ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്നും പൊടിച്ചു വരുന്ന നിമിഷങ്ങൾ തൻ്റെ രചനയുടെ മനോഹരമായ തുടുപ്പുകളായി മാറിയില്ലെങ്കിൽ, വൈകാരിക അനുഭൂതികളായി മാറിയില്ലെങ്കിൽ ഒരിക്കലും ആ രചന മനോഹരമാവുകയില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോൾ എൻ്റെ പുസ്തകങ്ങളെന്നുള്ളതല്ല, നമ്മുടെ ഏറ്റവും പ്രശസ്തമായ പല ചിന്തകളും അതുതന്നെയാണ്. ഇപ്പോൾ വ്യാസൻ എഴുതിയിട്ടുള്ള മഹാഭാരതമാവട്ടെ, വാൽമീകി എഴുതിയിട്ടുള്ള രാമായണമാകട്ടെ, തുടർന്ന് ഇങ്ങോട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഗ്രന്ഥങ്ങളാകട്ടെ, ആധുനിക കാലത്ത് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാകട്ടെ, ഇപ്പോൾ തകഴിയുടെ ആയാലും MDയുടെ ആയാലും OV വിജയൻ്റെ ആയാലും ആരുടെയും പുസ്തകങ്ങളാകട്ടെ, ഇവരുമായിട്ടുള്ള എനിക്ക് നല്ല ഉള്ള ആളായതുകൊണ്ട് ഇവരുടെ എല്ലാം ചിന്തകളെ അവർ ഈ രചനയുമായി ബന്ധപ്പെടുത്തി പലപ്പോഴും നമ്മൾ തന്നെ ചോദിക്കാറുണ്ട് അവിടെ, സാറിങ്ങനെ എഴുതുമ്പോൾ സാറാവുമോ അതോ സാറൊന്ന് മാറി നിൽക്കുമോ എന്ന്. അപ്പോൾ അവർ തന്നെ പറയും, തകഴി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, രണ്ടിടങ്ങഴി എന്ന പുസ്തകം എഴുതുന്ന സമയത്ത് അതിലൊരു പ്രധാന കഥാപാത്രം ഞാനാണ് തുളസി എന്ന് തകഴി തന്നെ എന്നോട് പറഞ്ഞു. അപ്പോൾ അതിൽ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം, ഒരു രചന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് എഴുതുന്ന എഴുത്തുകാരൻ്റെ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇങ്ങനെ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെടാത്ത രീതിയിൽ ആളുകൾ എഴുതുന്നുണ്ട്. ആ പുസ്തകങ്ങൾ ഒരിക്കലും വെളിച്ചം കാണാറുമില്ല. കാരണം അതൊരിക്കലും സമൂഹ മധ്യത്തിൽ ഒന്നും ആവാറുമില്ല. എന്നാൽ മറിച്ച് ഒറ്റ പുസ്തകം മതി ജീവിതത്തിൻ്റെ ഏതെങ്കിലും തലത്തിലേക്ക് അതിനെ കൊണ്ടെത്തിക്കാൻ പാകത്തിൽ നമുക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലുള്ള വൈകാരിക അനുഭൂതികളോടൊപ്പം പ്രകൃതിയിലേക്ക് നമ്മൾ സംക്രമിക്കുമ്പോഴുണ്ടാകാവുന്ന അനുഭവങ്ങളും കൂടെ ചേർത്ത് നമ്മളെ തന്നെ അവതരിപ്പിക്കുന്നതാണ് യഥാർത്ഥ സൃഷ്ടി. ഒരു യഥാർത്ഥ സൃഷ്ടി എന്ന് പറയുന്നത് എഴുത്തുകാരനെ തന്നെ പൂർണ്ണമായി അവതരിപ്പിക്കുന്നതാണ്. ഇപ്പം ഞാൻ സൗവർണിക എന്ന് പറയുന്ന ഒരു നോവൽ രചിച്ചിട്ടുണ്ട്. സൗവർണിക എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. സൗവർണിക എന്ന് പറയുന്ന ആ പുസ്തകം മഹാഭാരതത്തിലെ ഹിഡുംബൻ്റെയും ഹിഡുംബിയുടെയും കഥയാണ്. അതിൽ സൗവർണിക എന്ന് പറയുന്ന പേര് ഹിഡുംബിയുടെ പേരാണ്. മഹാഭാരതത്തിൽ 2 സ്ഥലത്ത് മാത്രമേ ഹിഡുംബിയുടെ പേര് സൗവർണിക എന്ന് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള സന്ദർഭത്തിലെല്ലാം
കിടുംബി 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 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ കിടുംബൻ്റെ സൗവർണികയുടെ മനോഭാവം കൊണ്ടുവരുന്ന സമയത്ത് സൗവർണിക എന്ന കഥാപാത്രത്തെ ഞാൻ ആവിഷ്കരിക്കുമ്പോൾ ഇന്ന് കാണുന്ന മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള വ്യക്തികളുടെ ജീവിതാനുഭവങ്ങളും കൂടെ ഞാൻ സൗവർണികയിൽ കൊണ്ടുവന്നു. മഹാഭാരതത്തിൻ്റെ ഈ ഒരു പ്രത്യേക നിമിഷത്തെ ആധുനികവൽക്കരിക്കുന്ന സ്വഭാവത്തിൽ അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് സൗവർണിക പ്രസിദ്ധീകരിച്ച് 6 മാസത്തിനുള്ളിൽ 3 എഡിഷനായി തീർന്നത്. അത് ആളുകളുടെ ഹൃദയത്തിൽ നന്നായി ആകർഷിക്കപ്പെട്ടു എന്ന് പലരുടെയും കത്തുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഏതൊരു വ്യക്തി, ഏതൊരു എഴുത്തുകാരനായാലും ആ എഴുത്തുകാരൻ തൻ്റെ ജീവിതത്തിൻ്റെ സൂക്ഷ്മാംശങ്ങളെ തൻ്റെ കഥാപാത്രങ്ങളുടെ വ്യാഖ്യാനങ്ങളായി കൊണ്ടുവരുമ്പോഴാണ് അത് ഏറ്റവും മനോഹരമായി തീരുന്നത്. ചെമ്മീൻ എന്ന ഒറ്റ പുസ്തകം തയ്യാറെടുത്ത് മതി നമുക്കിത് വ്യാഖ്യാനിച്ച് മനോഹരമാക്കാൻ. സാഹിത്യം ജീവിതത്തെ അനുകരിക്കുന്നുണ്ടോ അതോ ജീവിതമാണോ സാഹിത്യത്തെ അനുകരിക്കുന്നത്? സാഹിത്യം ജീവിതത്തെ അനുകരിക്കുന്നുണ്ടോ അതോ ജീവിതമാണോ സാഹിത്യത്തെ അനുകരിക്കുന്നതെന്നാണ് ചോദ്യം. അതിമനോഹരമായ ചോദ്യമാണ്. ഇതിനുള്ള ആദ്യത്തെ ഉത്തരം, അതായത് പ്രഥമമായ ഉത്തരം, പരസ്പര പൂരകങ്ങളാണ് ഇത് രണ്ടും എന്നതാണ്. സാഹിത്യം ജീവിതത്തെയും അനുകരിക്കുന്നുണ്ട്, ജീവിതം സാഹിത്യത്തെയും അനുകരിക്കുന്നുണ്ട്. സാഹിത്യം ജീവിതത്തിൽ നിന്ന് വേർപെട്ടു നിന്നാൽ അതൊന്നുമല്ല, ജീവിതത്തിൽ നിന്ന് സാഹിത്യം വേർപെട്ടു നിന്നാൽ ഒന്നുമല്ല. അപ്പം രണ്ടും പരസ്പര പൂരകങ്ങളായി മുമ്പോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥ സാഹിത്യ സൃഷ്ടി ഉടലെടുക്കുന്നത്. അതിന് വേറൊന്നും ഉദാഹരണം പറയേണ്ട, ഷേക്സ്പിയറുടെ പുസ്തകങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ജീവിതം എങ്ങനെയാണ് സാഹിത്യത്തെ അനുകരിക്കുന്നതെന്നും സാഹിത്യം എങ്ങനെയാണ് ജീവിതത്തെ പ്രതിനിധാനം ചെയ്യുന്നതെന്നും, അനുകരിക്കുന്നു എന്നുള്ള വാക്കിനേക്കാൾ കുറച്ചുകൂടെ ശക്തി കൊടുക്കുന്നത് പ്രതിനിധാനം ചെയ്യുക എന്നതാണ്. അപ്പോൾ സാഹിത്യം എങ്ങനെയാണ് ജീവിതത്തെ പ്രതിനിധാനം ചെയ്യുന്നതെന്നും ജീവിതം എങ്ങനെയാണ് സാഹിത്യത്തെ പ്രതിനിധാനം ചെയ്യുന്നത് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും. കാരണം അതിലെ ഓരോ കഥാപാത്രങ്ങളും നിത്യജീവിതത്തിൽ ഉള്ളവരാണ്. ഈ ജീവിതത്തിലുള്ളവരാണ്, നമ്മുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളായ നമ്മൾ കാണുന്ന ആളുകളെയാണ് നമ്മൾ കഥാപാത്രങ്ങളായി കണ്ടുവരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, ആ ഒരു ഭ്രാന്തനെ ഞാൻ കഥാപാത്രമാക്കിയപ്പോൾ ആ ഭ്രാന്തനെ നമ്മളെല്ലാവരും കാണുന്നുണ്ട്. പക്ഷെ ഞാൻ കണ്ട ഭ്രാന്തൻ എൻ്റേത് മാത്രമായ ഒരു ഭ്രാന്തനായി നിൽക്കുകയാണ്. കാരണം അത്തരമൊരു ഭ്രാന്തനെ ചിലപ്പോൾ ആരും കണ്ടു കാണുകയില്ല. ആ ഭ്രാന്തനെ ഞാൻ എൻ്റെ ആ മുമ്പേ പറക്കുന്ന പക്ഷികളെന്ന കഥയിൽ ആവിഷ്കരിക്കുമ്പോൾ അയാളുടെ ജീവിതം, അയാളുടെ അനുഭവങ്ങൾ, അയാളുടെ സത്യസന്ധത, അയാൾ അവിടെ വന്നിരിക്കാനുണ്ടായ സാഹചര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ഭാവനയിൽ നിന്നാണ് കൊണ്ടുവന്നത്. കാരണം ഞാൻ ഒരിക്കലും ആ മനുഷ്യനെ കണ്ടതേ ഉള്ളൂ, അയാളോട് സംസാരിച്ചത് ഒന്നുമില്ല. പക്ഷെ ഞാൻ എന്തുകൊണ്ടത് ചെയ്തു? അനേകം ഭ്രാന്തന്മാരെ ഞാൻ കണ്ടിട്ടുണ്ടാവാം. ആ ഒരു മനുഷ്യൻ്റെ ജീവിതം എൻ്റെ മനസ്സിനകത്ത് എന്നോ വീണ് കിട്ടിയ ഒരനുഭവമായിട്ട് ഉൾച്ചേരുകയും അത് ഞാൻ അതേ അനുഭവത്തിൻ്റെ തലത്തിൽ തന്നെ കൊണ്ടുവരികയും ചെയ്തു. അതാണ് സാഹിത്യം ജീവിതത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് പറയാൻ കാരണം. എന്നാൽ ജീവിതം സാഹിത്യത്തെ പ്രതിനിധാനം ചെയ്യുന്നു. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ ചേരുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മോരും വെള്ളവും എടുത്താൽ വെള്ളമാണോ ആദ്യം മോരിൽ ഒഴിച്ചതെന്ന് ചോദിച്ചാൽ ശരിയാ, മോരാണോ വെള്ളത്തിൽ ഒഴിച്ചതെന്ന് ചോദിച്ചാലും ശരിയാ. രണ്ടും കൂടെ ചേരുമ്പോഴാണ് മോരും വെള്ളവും ആകുന്നത്. അതാണ് യഥാർത്ഥ സൃഷ്ടി. ആ സൃഷ്ടിയാണ് നമ്മൾ ഉത്തമ സൃഷ്ടി എന്ന പേരിൽ പറയപ്പെടുന്നത്. ആരാണ് സാഹിത്യകാരൻ? ആരായിരിക്കണം സാഹിത്യകാരൻ? ആരാണ് സാഹിത്യകാരൻ, ആരായിരിക്കണം സാഹിത്യകാരൻ എന്ന ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ആരാണ് സാഹിത്യകാരൻ എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: അനുഭവസമ്പന്നനായ ഒരാളായിരിക്കണം സാഹിത്യകാരൻ. ആരായിരിക്കണം സാഹിത്യകാരൻ എന്നുള്ള ചോദ്യത്തിനൊരു ഉത്തരമേ ഉള്ളൂ: തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ജനതയുടെ ജീവിതത്തെ തൻ്റെ ജീവിതമായി സങ്കല്പിച്ച് ആ ജീവിതത്തിന് പരിവർത്തനം വരുത്തത്തക്കവണ്ണം തൻ്റെ സൃഷ്ടി രൂപപ്പെടുത്തുന്ന ആരാണോ അയാളാണ് യഥാർത്ഥ സാഹിത്യകാരൻ. അതായത് താൻ എന്തിനെഴുതുന്നു, എഴുതി കഴിയുന്ന ഒരു കൃതി അല്ലെങ്കിൽ എഴുതി കഴിയുന്ന ഒരു സംഭവം പിന്നെ പൊതുജനത്തിൻ്റെ വകയാണ്.
അതൊരിക്കലും എഴുത്തുകാരൻ്റെ വകയല്ല. അത് പൊതുജനത്തിൻ്റെ കയ്യിലെത്തുകയാണ്. ആ പൊതുജനം എന്ന വ്യക്തികൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം അത് വായിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന് പരിവർത്തനം, അവരുടെ ജീവിതത്തിന് മേന്മ, അവരുടെ ജീവിതത്തിന് സത്യസന്ധത, അവരുടെ ജീവിതത്തിന് ഉയർച്ച, അവരുടെ ജീവിതത്തിന് ഉണ്മ, അവരുടെ ജീവിതത്തിന് വരുംകാല ജീവിതവുമായി ബന്ധപ്പെടുത്തിയുള്ള പരിവർത്തനം, ഇതെല്ലാം ഉൾച്ചേർന്നുകൊണ്ട് ഒരു കൃതി വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ ഉത്ഗ്രഹിക്കാനും ഉദ്ഭവിക്കാനും ആ കൃതിക്ക് എങ്ങനെ കഴിയുമോ, അതാണ് സാഹിത്യകാരനും കൃതിയും തമ്മിലുള്ള ബന്ധം. ഇത് വളരെ വ്യക്തമായി നമ്മുടെ സാഹിത്യ സൃഷ്ടിയിൽ, സാഹിത്യ മീമാംസയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സാഹിത്യ മീമാംസയിൽ പറയുന്നൊരു പ്രധാന തത്വം ഇതാണ്: നീ ഒരു സൃഷ്ടി നടത്തുമ്പോൾ ആ സൃഷ്ടി നടന്നു കഴിഞ്ഞാൽ, നീ ഒരു സൃഷ്ടി നടത്തുമ്പോൾ ആ സൃഷ്ടി നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ സൃഷ്ടിയുമായുള്ള നിൻ്റെ ബന്ധം ഒരന്യൻ്റെ ബന്ധം ആ സൃഷ്ടിയിലുള്ളതുപോലാണ്. എന്ന് പറഞ്ഞാൽ നീ സൃഷ്ടിക്കുന്ന വസ്തു പിന്നെ ഏറ്റെടുക്കുന്നത് നിൻ്റെ മുമ്പിലുള്ള ജനമാണ്. ആ ജനത്തിന് മേന്മയുണ്ടാക്കത്തക്കവണ്ണം, അവൻ്റെ ജീവിതത്തിന് പരിവർത്തനമുണ്ടാക്കത്തക്കവണ്ണം, അവൻ്റെ ജീവിതത്തിന് പുരോഗതി ഉണ്ടാക്കത്തക്കവണ്ണം ഒരു സൃഷ്ടി നടന്നില്ലെങ്കിൽ അത് സൃഷ്ടിയല്ല എന്ന് സാഹിത്യമീമാംസയിൽ വ്യക്തമായി പറയുന്നു. ഇത് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് ഒരു യഥാർത്ഥ സാഹിത്യകാരൻ ആരാണ് എന്നും യഥാർത്ഥ സാഹിത്യ സൃഷ്ടി എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവരായിട്ടാണ് എല്ലാവരും വളർന്നു വരുന്നത്. കഥകൾ കേട്ടുകൊണ്ട് തന്നെയാണ് വരുന്നത്. എന്നാൽ കുറേ കഴിയുമ്പോഴത്തേക്ക് അവർ തന്നെ പറയും, കഥയല്ല ജീവിതം. ഇതെന്തെങ്കിലും ഒരു വൈരുദ്ധ്യം തോന്നുന്നുണ്ട്? ഇവിടെ ചോദ്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ചില കൊനഷ്ട പിടിച്ച ചോദ്യങ്ങൾ വരും. അതിലൊന്നാണ് ഇത്. എന്താണ് ഈ ചോദ്യത്തിൻ്റെ കൊനഷ്ടമെന്ന് ഞാൻ പറയാം. ഇപ്പോൾ ജീവിതത്തിൽ ധാരാളം കഥകളുണ്ടാവാം. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ആരോടും പറയാനൊക്കാത്തതായ, ഒരിക്കലും പേന കൊണ്ട് എഴുതാനൊക്കാത്തതായ ഒത്തിരി അനുഭവ കഥകളുണ്ട്. അതിലൊരനുഭവ കഥ പറഞ്ഞാൽ ഒരു കുടുംബം വേണമെങ്കിൽ വിച്ഛേദിക്കപ്പെട്ടു. ഒരനുഭവ കഥ കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ ചിലപ്പോൾ തല്ലിക്കൊന്നെന്നും വരും. അപ്പോൾ അതുകൊണ്ട് ഏതൊരു എഴുത്തുകാരനായാലും എഴുത്തുകാരനായാലും അവൻ്റെ ജീവിതമായാലും ഒരിക്കലും അവന് മറ്റുള്ളവരോട് പറയാനൊക്കാത്തതായ നിരവധി കഥകളുടെ ഒരു കൂടാണവൻ, അല്ലെങ്കിൽ ഒരു ചെപ്പേടാണവൻ, സംശയമൊന്നുമില്ല. എന്നാൽ ഈ എഴുത്തുകാരൻ താൻ അനുഭവിച്ചിട്ടുള്ള കഥകൾ, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലുണ്ടായ കഥകൾ, തൻ്റെ അനുഭവത്തിലുണ്ടായ കഥകൾ മറ്റുള്ളവരുടെ ജീവിതത്തിലെ കഥകളുമായി പൊരുത്തപ്പെടാൻ പാകത്തിൽ എഴുതി വയ്ക്കുമ്പോഴാണ് അത് കൃതിയായി മാറും. അങ്ങനെ എഴുതുമ്പോൾ അവനൊരു കാര്യം ചെയ്യും, അവനൊന്ന് മിനുക്കും. ഇതിനകത്ത് മറ്റുള്ളവർ എവനെ ഉപദ്രവിക്കത്തില്ല എന്ന് കാണുന്ന ഭാഗം, ഉപദ്രവിക്കുമെന്ന് കാണുന്ന ഭാഗം ഇവനങ്ങ് വെട്ടിക്കളയും. എന്നിട്ട് ആരും തന്നെ ഉപദ്രവിക്കത്തില്ല എന്ന് കാണുകയും മറ്റുള്ളവർക്ക് എന്നാൽ ഇതിൽ അനുഭവം ഉണ്ടെന്ന് കാണുകയും ചെയ്യുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കും. അങ്ങനെ എഴുതി വയ്ക്കുന്ന പലതും നല്ല കഥകളാവാം, എഴുതി വയ്ക്കാത്തവയും കഥകളാവാം. പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒ വി വിജയൻ തന്നെ ഖസാക്കിൻ്റെ ഇതിഹാസം എടുത്ത് വായിക്കുമ്പോൾ ആ ഖസാക്കിലേക്കുള്ള ആ കഥാപാത്രത്തിൻ്റെ യാത്ര നമ്മുടെ ജീവിതയാത്രയുമായി പൊരുത്തപ്പെടുന്ന ഒന്നുമല്ല. എന്നാൽ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അത്തരമൊരു യാത്രകൾ ഉണ്ടാവാം, സംശയമൊന്നുമില്ല. ഞാൻ തന്നെ കൃഷ്ണായനം എന്ന പുസ്തകം എഴുതാനുണ്ടായ സാഹചര്യം ഇതാണ്. ഇപ്പോൾ കൃഷ്ണായനം എന്ന പുസ്തകം ഞാൻ എഴുതണം എന്ന് വച്ചപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ജീവിതകഥ ഭാഗവതം ദശമസ്കന്ധത്തിലും വിഷ്ണു പുരാണത്തിലും മറ്റനേകം കൃതികളിലും ഉണ്ട്. പക്ഷെ ഞാൻ കൃഷ്ണായനത്തിൽ എഴുതിയത് ശ്രീകൃഷ്ണൻ്റെ ജീവിതകഥയുടെ മറ്റൊരു ഭാവമാണ്. ഇത് ഇന്നത്തെ ഒരു സാധാരണ മനുഷ്യനെടുത്ത് വായിച്ചു നോക്കിയാൽ ശ്രീകൃഷ്ണൻ ഞാൻ തന്നെയാണോ എന്ന് അവന് തോന്നിപ്പോകുന്ന രീതിയിൽ ഈ കഥയെ ഞാൻ പരിവർത്തനം ചെയ്തിരിക്കുന്നു. അപ്പോൾ അതങ്ങനെ വരാൻ കാരണം അത് എഴുതുന്ന സമയത്ത് ഞാൻ തന്നെ കൃഷ്ണനായി മാറി, എന്നിട്ട് എൻ്റെ മനസ്സ് തന്നെ കൃഷ്ണനായി തീർന്നു.
അങ്ങനെയാണ് ഞാൻ ആ കഥ എഴുതുന്നത്. ഇങ്ങനെ നമ്മൾ ഓരോ കഥ എഴുതുമ്പോഴും ഓരോ രചന നിർവഹിച്ച് തീരുമ്പോഴും നമ്മൾ തന്നെ അതിനകത്ത് അടിമപ്പെട്ടു പോവുകയും പിന്നെ ഒരിക്കലും അതിൽ നിന്ന് മോചനമില്ലാതാവുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാവാം. അതിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞ ചോദ്യം കൊനിഷ്ഠായി മാറുന്നതും പൊരുളുകൾ നിന്ന് അകന്നു പോകുന്നതും. അങ്ങ് ഓരോ രചന അത് ചെയ്യുമ്പോഴും അവിടെ തുളസി കോട്ടുക്കൽ ഉണ്ടാവാറുണ്ടോ? ഇല്ലെങ്കിൽ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങോട്ടാണ്? ഈ ചോദ്യം വ്യക്തിപരമായ ചോദ്യമാണ്. അതായത് ഞാനെന്ന വ്യക്തിയിലേക്ക് ഊന്നി നിൽക്കുന്ന ചോദ്യമാണ്. ഓരോ രചന നിർവഹിക്കുമ്പോഴും തുളസി കോട്ടക്കൽ നിന്ന് ഞാൻ അവിടെ ഉണ്ടാവാറുണ്ടോ? തുളസി കോട്ടക്കൽ നിന്ന് ഞാൻ എങ്ങോട്ടെങ്കിലും പോകാറുണ്ടോ? തുളസി കോട്ടക്കൽ എന്ന ഞാൻ എങ്ങോട്ടെങ്കിലും പോയാൽ പിന്നെ ഒരിക്കലും ആ രചന ഉണ്ടാവില്ല. തുളസി കോട്ടക്കൽ എന്ന ഞാൻ ആ രചനയോടൊപ്പം അവിടെ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ തീർച്ചയായിട്ടും ആ രചന പൂർത്തീകരിക്കുകയുള്ളൂ. അല്പം കൂടെ നമ്മളിത് വിശദീകരിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവൂ. അതായത് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഞാൻ സാഹിത്യ സൃഷ്ടി നടത്തുന്നത് എൻ്റെ മുന്നിൽ കാണുന്ന ബഹുജനങ്ങളുടെ കണ്ടുകൊണ്ടാണ്. അപ്പോൾ ആ ബഹുജനങ്ങളെ കാണുന്നത് അവരെന്നെ വായിക്കണമെന്നുള്ള ഉദ്ദേശത്തോട് തന്നെയാണ്. അവരെന്നെ വായിക്കുന്ന സമയത്ത് എന്നിലുള്ള ഞാൻ അനുഭവിച്ചിട്ടുള്ള എൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള നിരവധി 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 അനുഭവങ്ങളെയും ചിന്തകളെയും എൻ്റെ മനസ്സിനകത്ത് പാകപ്പെടുത്തി ചിന്തയിലിട്ട് മിനുസപ്പെടുത്തി പൂർണ്ണമാക്കി അത് മറ്റുള്ളവർക്ക് ഭക്ഷിക്കാൻ പാകത്തിലാണ് ഞാൻ ഈ കൃതിയിൽ ഒരുക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ ഞാൻ തന്നെയാണ് ആ കൃതി. ഏതൊരു കൃതിയായാലും ഞാൻ തന്നെയാണ്. അപ്പോൾ എന്നോട് ചോദ്യകർത്താവിന് ചോദിക്കാം, പിന്നെ അങ്ങനെയാണെങ്കിൽ ഒരു കൃതിയല്ലേ ഉണ്ടാവൂ, പിന്നെ എങ്ങനെ ഒരുപാട് കൃതികൾ ഉണ്ടാവുന്നു എന്ന് ചോദിക്കാം. ഉത്തരം, അതിന് വ്യക്തമായ ഉത്തരവുണ്ട്. കാരണം ഞാനെന്ന വ്യക്തി ഒരു പ്രത്യേക ഇഴയല്ല. നിരവധി 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 ഇഴകൾ ചേർന്ന് പിരിഞ്ഞ ഒരാളാണ് ഞാൻ. ഒരു കയറ് പോലെ നിരവധി ഇഴകൾ ചേർത്ത് പിരിച്ചെടുത്ത ഒരാളാണ് ഞാൻ. അതിലെ ഓരോ ഇഴയും ഓരോ എൻ്റെ വ്യക്തിത്വമാണ്. ആ എൻ്റെ വ്യക്തിത്വത്തിലെ ഒരു ഇഴയാണ് ഞാൻ ഒരു പുസ്തകത്തിൽ കഥാബിന്ദു ആക്കുന്നതെങ്കിൽ അടുത്ത പുസ്തകത്തിൽ മറ്റൊരു ഇഴയാണ് കഥാബിന്ദു ആക്കുന്നത്. പക്ഷെ ആ ഒരു ഇഴ തന്നെ പൂർണ്ണ വ്യക്തിത്വമുള്ള ഭാവമായി ഞാൻ ഇതിൽ അവതരിപ്പിക്കുമ്പോൾ ഇത് വായിക്കുന്ന ഒരു വ്യക്തിയുടെ ഇതേ ഇഴ അയാളുടെ ജീവിതത്തിൽ സംതൃപ്തമായ ഒരു അനുഭവം ഉണ്ടാക്കിയെടുക്കും. ഈ അനുഭവമാണ് സൃഷ്ടി എന്ന ഒന്നിനെ മഹത്തരമാക്കുന്നത്. അതുകൊണ്ട് എഴുത്തുകാരൻ പൂർണ്ണമായും ആ എഴുതുന്നതിൽ തന്നെ വിലയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അവന് വ്യത്യസ്തമായ ഒരനുഭവമില്ല. ഒരു കവിത പൂർണ്ണമാകുന്നത് എപ്പോഴാണ്? എനിക്ക് സന്തോഷമുള്ള ഒരു ചോദ്യമാണിത്. അതിൻ്റെ കാരണം ഞാൻ ജീവിതത്തിൽ ഇതുവരെ കവിത എഴുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കവിത പൂർണ്ണമാകുന്നത് എപ്പോഴാണെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറയുന്നത് എഴുതുന്ന കവികൾക്ക് വേണ്ടിയാണ്. പ്രശസ്തനായ ബൈറൺ ഒരിക്കൽ ആരാണ് കവി എന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞത് ഇങ്ങനെയാണ്: കവിയല്ല, കവിത എഴുതുന്നയാളല്ല കവി. ആ കവിതയെ അന്തരാത്മാവിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിച്ച് അതിനെ വിമർശിക്കുന്നവനാണ് യഥാർത്ഥ കവി. അപ്പോൾ കവിത എഴുതുന്നയാളിനേക്കാൾ ഈ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ കഴിയുന്ന ആൾക്കാണ് കവി എന്ന പേര് യഥാർത്ഥത്തിൽ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ചോദ്യകർത്താവ് എന്നെ കവിയെന്ന് തന്നെ വിളിച്ചു കളയും എന്നെനിക്കൊരു പേടിയുണ്ട്. അതിൻ്റെ കാരണം പൂർണ്ണ കവിത എന്നാൽ എന്താണെന്നാണ് ചോദ്യം. പൂർണ്ണമായ കവിത എന്നൊന്നില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണ കവിത എന്താണെന്ന ചോദ്യവും പ്രസക്തമല്ല. അതിൻ്റെ കാരണം ഈ മഹാഭാരതവും
വ്യാസൻ പറഞ്ഞിട്ടുണ്ട്, ഇതും പൂർണ്ണമല്ല. മഹാഭാരതം പൂർണ്ണമല്ല എങ്കിൽ പിന്നെ ഇന്ന് എഴുതുന്ന ഒരു കവിതയും പൂർണ്ണമല്ല. എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഇതിൽ പ്രസക്തമാണ്. കാരണം ഒരു കവിത എഴുതി കഴിയുമ്പോൾ ഇനിയും ഉണ്ട് എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അവിടെ അദ്ദേഹം നിർത്തുകയാണ്. കാരണം ഇനിയും ഉണ്ടെന്ന തോന്നലിലാണ് ആ കവിത നിൽക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണത എന്ന് പറയുന്നത് പൂർണ്ണതയ്ക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ എന്ന് പണ്ട് പറഞ്ഞത്. പൂർണ്ണതയ്ക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നതും അപൂർണമാണ്. ഈ അപൂർണത എവിടെങ്കിലും ഒരു സ്ഥലത്ത് കാണാം. അതുകൊണ്ട് പൂർണ്ണ കവിത എന്ന് നമ്മളൊരു കവിതയെ വിശേഷിപ്പിക്കാനാവുകയില്ല എന്നാണ് കവിയല്ലാത്ത എൻ്റെ അഭിപ്രായം. ഞങ്ങൾ 72ഓളം രചനകൾ ചെയ്തിട്ടുണ്ട്, സാഹിത്യ രചനകൾ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം ഗ്രന്ഥങ്ങളുമായിട്ടുണ്ടാവും. അപ്പം ഈ ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒന്നങ്ങ് വായിച്ചിട്ടുണ്ടോ? ചോദ്യകർത്താവ് വീണ്ടും വീണ്ടും എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ബുദ്ധിമുട്ട് എന്നുള്ളത് ബുദ്ധിയില്ലാത്തവൻ്റെ ഒരു അനുഭവമായതുകൊണ്ട് നമുക്കതിന് ഉത്തരം പറഞ്ഞേ മതിയാവൂ. കാരണം ഒരു രചന എഴുതി കഴിയുമ്പോൾ, അതായത് എഴുതി പൂർത്തീകരിക്കുമ്പോൾ, രചന ഒന്നും തന്നെ പൂർണ്ണമല്ല എങ്കിൽ പോലും ഒരു രചന എഴുതി പൂർത്തീകരിക്കും. വീണ്ടും വായിക്കണമെന്ന് ഏതെങ്കിലും ഒരു എഴുത്തുകാരന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ പുസ്തകം എക്കാലവും നിലനിൽക്കും. എഴുതി കഴിഞ്ഞിട്ട് എനിക്കിനി ഒന്നും ഇതിനകത്ത് വായിക്കാനില്ല എന്ന് പറഞ്ഞ് മടക്കി വയ്ക്കുന്ന എഴുത്തുകാരൻ ആ പുസ്തകം ആരുടെ കയ്യിലും ഏൽപ്പിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. കാരണം അദ്ദേഹത്തോടുകൂടി തന്നെ ആ രചനയും അവസാനിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണായനം ഞാൻ എഴുതി കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് ഒരു 10-40 ആവൃത്തിയോളം വീണ്ടും വായിച്ചു. ഓരോ വട്ടം ഞാൻ വായിക്കുമ്പോഴും പല അധ്യായങ്ങളിലെയും പല വരികളും ഞാൻ തന്നെ മാറ്റി. ക്രമേണ, അതായത് ആ പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇപ്പോൾ 26 വർഷം കഴിയും. ഈ 26 വർഷത്തിനുള്ളിൽ 17ഓളം പതിപ്പുകൾ അതിനുണ്ടായിക്കഴിഞ്ഞു. 1200 പേജുള്ള ആ പുസ്തകം 6 വോള്യങ്ങളിൽ ആദ്യം പ്രസിദ്ധീകരിക്കുകയും പിന്നെ ഒറ്റ വോള്യമായി പുറത്തിറക്കുകയും ചെയ്തു. ഓരോ പതിപ്പും പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഞാൻ ആ പുസ്തകം വായിക്കുമായിരുന്നു. അത് ഞാൻ തന്നെ ഏകാന്തമായിരുന്ന് വായിക്കുമ്പോഴാണ് ഇന്ന ഭാഗത്ത് ഇന്ന വരികൾ കൂടെ ചേർത്താൽ, ഇന്ന വരികൾ അവിടെ നിന്ന് എടുത്തു മാറ്റിയാൽ അത് കുറച്ചുകൂടെ മനോഹരമാകുമല്ലോ എന്ന് കാലഘട്ടത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ബോധത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവും. കാരണം ഞാൻ 10-20 വർഷം പിന്നെ ജീവിച്ചു കഴിഞ്ഞു. അങ്ങനെ ജീവിച്ചു കഴിയുമ്പോൾ അത്രയേറെ അനുഭവങ്ങളും അത്രയേറെ ചിന്തകളും അത്രയേറെ പഠനങ്ങളും വായിച്ച അറിവുകളും അനുഭവങ്ങളും ബോധവും നമുക്കുണ്ടായി വന്നു. ഇപ്പം ഇതിൻ്റെ വെളിച്ചത്തിൽ അതിനെ ക്രമീകരിച്ച് വീണ്ടും മാറ്റുമ്പോൾ അത് മനോഹരമായി തീരുമെന്ന വിശ്വാസത്തോടെ നമ്മളതിനെ പൂർത്തീകരിക്കുന്നു. ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകം എഴുതിയ വാർ ആൻഡ് പീസ് എന്ന പുസ്തകം എഴുതിയ യുദ്ധവും സമാധാനവും എന്ന പുസ്തകം എഴുതിയ ടോൾസ്റ്റോയ് അവസാനത്തെ വോളിയം അതായത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഏകദേശം ഒരു 4-5 വർഷത്തിന് മുമ്പ് ഈ പുസ്തകം വീണ്ടും പ്രസിദ്ധീകരിച്ചപ്പോൾ ടോൾസ്റ്റോയ് ആ പുസ്തകം വീണ്ടും വായിച്ച് തിരുത്തിയതിന് ശേഷമാണ് അത് പ്രസിദ്ധീകരിക്കാൻ കൊടുത്തത്. ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഏതൊരു എഴുത്തുകാരനാണോ
താൻ എഴുതി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ പുസ്തകം വീണ്ടും ഒരിക്കൽ കൂടെ വായിക്കാൻ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ അതും എങ്ങനെ എഴുത്തുകാരനായിട്ടല്ല അവൻ വായിക്കേണ്ടത്. ഇതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ടോൾസ്റ്റോയും പറഞ്ഞിട്ടുണ്ട്. ഒരു എഴുത്തുകാരനായിട്ടല്ല അവൻ വായിക്കേണ്ടത്, അത് എഴുതിയ വ്യക്തിയായിട്ടല്ല അവൻ വായിക്കേണ്ടത്, മറിച്ച് ഒരു സാധാരണ വായനക്കാരനായി നിന്നുകൊണ്ട് ആദ്യം കിട്ടിയ ഒരു വായനക്കാരൻ്റെ ആ കയ്യിൽ ആദ്യം കിട്ടുന്ന പുസ്തകമാണ് ഇതെന്ന ബോധത്തോടെ അവൻ ആ പുസ്തകം വായിക്കണം. ഈ എഴുത്തുകാരൻ വായനക്കാരനായി മാറുന്ന നിമിഷമാണത്. അങ്ങനെ മാറുന്ന നിമിഷം, എഴുത്തുകാരൻ വായനക്കാരനായി മാറുന്ന നിമിഷം, ഈ പുസ്തകം വായിച്ച് തുടങ്ങി അവസാനിക്കുമ്പോൾ എഴുത്തുകാരനായ വായനക്കാരന് ഇത് വായിക്കാൻ കൊള്ളത്തില്ല എന്ന് ബോധ്യമായാൽ അപ്പോഴേ തന്നെ അത് ചുട്ടുകളയുകയും വേണം. കാരണം ഇത് ഒരു എഴുത്തുകാരൻ്റെ ജീവിതാനുഭവമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ടോൾസ്റ്റോയ് പറഞ്ഞതുപോലെ, ടോൾസ്റ്റോയ് ചെയ്തതുപോലെ, ഏതൊരു എഴുത്തുകാരനാണോ എഴുതിയതിനെ വീണ്ടും വീണ്ടും ക്രമീകരിച്ചെഴുതുന്നത് അവനാണ് ആ രചനയുടെ പ്രാഗൽഭ്യം തെളിയിക്കുന്നത്. മറ്റൊന്നും നമ്മൾ പറയേണ്ട. കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ മഹാഭാരത വിവർത്തനം തന്നെ അദ്ദേഹം അതിൻ്റെ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട്. പലവട്ടം വായിച്ച് തിരുത്തിയിട്ടാണ് ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നതെന്ന്. അപ്പോൾ ഇതിലും നമുക്കൊരു കാര്യം ബോധ്യമാണ്. ചോദിച്ച ചോദ്യം ഇതാണെങ്കിൽ, അതായത് എഴുത്തുകാരൻ, ഞാൻ എന്ന എഴുത്തുകാരൻ, ഞാൻ എന്ന വ്യക്തി, ഞാൻ എഴുതിയ ഗ്രന്ഥങ്ങളെ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ, ഈ ചോദിച്ചപ്പോൾ എനിക്ക് വലിയ രസം തോന്നിയത് കൃഷ്ണായനം ഞാൻ ഇന്നലെയും ഒന്നുകൂടെ വായിച്ചു. അതാണ് എനിക്ക് ഏറ്റവും രസം. ഇത് അറിഞ്ഞുകൊണ്ടാണോ ചോദിച്ചതെന്നുപോലും എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്. കാരണം ഇന്നലെ എനിക്ക് ഒന്നുകൂടെ അത് വായിക്കേണ്ടി വന്നു. അത് കാരണം എനിക്ക് ഇന്നലെ ഇങ്ങനെ വന്നപ്പോൾ, നേരത്തെ ധ്യാനത്തിനെക്കുറിച്ച് എൻ്റെ ചോദ്യകർത്താവ് ഒരു നിമിഷം പറഞ്ഞല്ലോ, അത് എൻ്റെ ഒരു അനുഭവം കൂടെയാണ്. സത്യസന്ധമായി പറയട്ടെ, ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ ഒരു സംഭവം എനിക്ക് മാറ്റണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ രാത്രിയിൽ എൻ്റെ ഉള്ളിൽ എന്തോ ഒന്നിങ്ങനെ പൊട്ടി വീഴും. ഇന്ന പുസ്തകത്തിലെ ഇന്ന പേജ് നീ ഒന്നുകൂടെ വായിക്കൂ എന്ന് പറയും. അങ്ങനെ കൃഷ്ണായനത്തിൻ്റെ ഏറ്റവും പുതിയ പതിപ്പ് എന്ന് പറഞ്ഞാൽ 2026 മെയ് മാസം 28-ാം തീയതിയാണ് പതിപ്പ് ഇറങ്ങിയത്. അതായത് മെനഞ്ഞാന്ന്. ആ പുസ്തകം ഇന്നലെ എൻ്റെ കയ്യിൽ കിട്ടുകയും ഞാനത് ആ പേജ് ഒന്നുകൂടെ പുതുക്കിയിട്ട് അടുത്ത പതിപ്പ് ഇറങ്ങുമ്പോൾ അതിൻ്റെ ചെറിയ മാറ്റം അവിടെ വരുത്തണമെന്ന് തീരുമാനിക്കുകയും ചെയ്ത് വെച്ച്, ഇത് മനസ്സിലാക്കിയാണോ എന്തോ ചോദ്യാർത്ഥം ഇത് ചോദിച്ചതെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് വീണ്ടും വീണ്ടും വായിക്കുക. വീണ്ടും വീണ്ടും വായിക്കുന്നതിലൂടെ താൻ എഴുതിയതിനെ പവിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പവിത്രീകരിക്കുന്നതിലൂടെ അത് വീണ്ടും 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 പൂർണ്ണതയിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് ഒരു പുസ്തകം പൂർണ്ണതയിലെത്തുന്നത്. ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചല്ലോ, പൂർണ്ണ കവിത അല്ലെങ്കിൽ പോകാം, പൂർണ്ണതയിലേക്ക് എഴുത്തുകാരൻ്റെ ബോധ്യമുള്ള സ്ഥലത്തേക്ക് കവിത എത്തിക്കാം. പലവട്ടം പാടിയും അയാൾ പലവട്ടം തിരുത്തിയും ഇതിലേക്ക് എത്തിക്കണം. എഴുതിയതിന് ശേഷം ഞാൻ ഇതെല്ലാം തീർത്തു കഴിഞ്ഞിരിക്കുന്നുവെന്ന് പറഞ്ഞ് വായനക്കാരൻ്റെ മുമ്പിലേക്ക് അത് തരുന്നതിനേക്കാളും നല്ലത് പലവട്ടം അത് വായിക്കുക. ഋഗ്വേദം ഞാൻ അത്രയേറെ പ്രാവശ്യം, പക്ഷേ ഋഗ്വേദം പോലുള്ളൊരു പുസ്തകം അങ്ങനെ വായിച്ചതിന് ശേഷമേ നമുക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട്, കാരണം ഓരോ ഓളിയവും പലവട്ടം ഞാൻ വായിച്ചതിന് ശേഷമാണ് അത് ഓരോ വാക്കും പൂർണ്ണമാക്കിയത്. അതായത് ഋഗ്വേദത്തിലെ ഈ 10,000-ൽ പരം ഋക്കുകളും 1000-ൽ പരം സൂക്തങ്ങളും പലവട്ടം വായിച്ചിട്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് മാറ്റിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ചോദ്യകർത്താവിൻ്റെ ചോദ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. തീർച്ചയായും എഴുത്തുകാരൻ താൻ എഴുതുന്ന സൃഷ്ടി അതെന്തായാലും വായിക്കണം. തൻ്റെ സൃഷ്ടിയാണ് തൻ്റെ മക്കളെങ്കിൽ പിന്നെ ഒരിക്കലും അതിനെ തിരിഞ്ഞു നോക്കത്തില്ല എന്നൊരു അച്ഛൻ തീരുമാനിച്ചാൽ അത് എത്ര ക്രൂരതയാണ്. അതേ ക്രൂരതയാണ് ഈ കൃതിയെ പിന്നെ ഞാൻ നോക്കത്തില്ല എന്ന് പറയുന്നത്.
അങ്ങ് ഇടയ്ക്കൊരു സമയത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു കവി അങ്ങേക്ക് അവരുടെ കവിത ചൊല്ലിയപ്പോഴത്തേക്ക് ഇനി കവിത എഴുതരുത് എന്ന് അങ്ങ് അവരോട് പറയുകയുണ്ടായി. അത് കവിത എഴുതാതിരിക്കാൻ ഞാൻ അങ്ങോട്ട് കാശ് തരാം എന്ന് പറയുകയുണ്ടായി. അത് ശരിക്കും ആ കവിക്ക് ഒരു നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലാണോ, അതോ വീണ്ടും അത് നല്ല രീതിയിൽ മുന്നോട്ട് വരട്ടെ, തെറ്റുകൾ തിരുത്തി മുന്നോട്ട് വരട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണോ അങ്ങ് പറഞ്ഞത്? ബഹുമാനപ്പെട്ട ചോദ്യകർത്താവിനോടുള്ള ബഹുമാനം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് പറയട്ടെ. ഞാനിത് ഒരു സ്ഥലത്ത് പറഞ്ഞതാണ്. അത് പറയാനുണ്ടായ ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം വേറൊന്നുമല്ല, പല പ്രാവശ്യം ഈ കവി കവിത ചൊല്ലി, ഒരു സ്ഥലത്തല്ല പല സ്ഥലത്ത് ചൊല്ലി. ആ സ്ഥലത്തെല്ലാം ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ എനിക്കും ചെന്നിരിക്കേണ്ടി വന്നു. ഈ ചൊല്ലിയ കവിതകളെല്ലാം രസകരമായ വസ്തുത, വരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് ചൊല്ലുന്നത്. നാലാമത്തെ വരി ഒന്നാമത്തെ വരിയായും, ഒന്നാമത്തെ വരി മൂന്നാമത്തെ വരിയായും, രണ്ടാമത്തെ വരി ആറാമത്തെ വരിയായും, ആറാമത്തെ വരി എട്ടാമത്തെ വരിയായും, അങ്ങനെ ഒരു കവിത 8 കവിതയാക്കി പുള്ളി ചൊല്ലി. ഇത് പലരും കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുള്ള 1-2 പേര് എന്നോട് അന്നേരം പറഞ്ഞു, ഇത് ആ കവിത തന്നെ ഈ കവിതയും, ഈ കവിത തന്നെ ആ കവിതയും. അങ്ങനെ ഞാൻ ഈ കവിതയെക്കുറിച്ച് സംസാരിച്ചപ്പം അദ്ദേഹത്തിനോട് സ്നേഹപൂർവ്വം പറഞ്ഞതാണ്, പ്രിയ സുഹൃത്തേ, ഇനി എഴുതാതിരിക്കാമെങ്കിൽ, അതായത് ഇങ്ങനെ മാറ്റി എഴുതാതിരിക്കാമെങ്കിൽ എന്നേ ഉദ്ദേശിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ മുകളിൽ നിന്ന് ഒരു വരി താഴോട്ടും, താഴെ നിന്ന് ഒരു വരി മുകളിലോട്ടും, ഏറ്റവും അവസാനത്തെ വരി ആദ്യവും, അവസാനത്തെ വരി ഏറ്റവും ആദ്യത്തെ വരി അവസാനവും ഇട്ട് ഇങ്ങനെ ഒരു കവിത എഴുതാതിരിക്കാമെങ്കിൽ പൈസ തന്നേക്കാവുന്നത്. കാരണം അദ്ദേഹം പിന്നെ പോയി വേറെ കവിത എഴുതും. ഇപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്താണ്, ഇപ്പോൾ അദ്ദേഹം നല്ല കവിയുമാണ് കേട്ടോ. കാരണം അന്ന് ഇത് കഴിഞ്ഞിട്ട് ഇനി ഇറങ്ങി വന്ന് പറഞ്ഞു, ഇത് ഇവിടെ ചൊല്ലാൻ, ഇടയെന്ന് വിളിക്കത്തക്കോണം ഞങ്ങൾ സമപ്രായക്കാരാണ്. അപ്പോൾ ഇവിടെ ചൊല്ലാൻ കവിതയില്ലായിരുന്നു. അപ്പോൾ വേറെ ഒരു മാർഗവും ഇല്ല. അതുകൊണ്ട് ഞാൻ മുകളിലത്തെ വരെ കീഴോട്ട് വിട്ട്, കീഴത്തെ വരെ മുകളിലോട്ട് വിട്ട്. പക്ഷെ നീ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെയാണ് പറ്റിപ്പോയത് കേട്ടോ. ഇനി ഞാൻ വേറെ മാറ്റി എഴുതാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിനകത്തൊരു പൊരുളുള്ളത്, ഒരു കവിത നേരത്തെ നമ്മൾ ചോദിച്ച, എൻ്റെ ചോദ്യകർത്താവ് ചോദിച്ച ചോദ്യവും ഇതുമായി ബന്ധമുണ്ട്. ഒരു കവിത നമ്മൾ എഴുതിയതിന് ശേഷം നമ്മൾ തന്നെ ആ കവിത വായിച്ച് നോക്കിയാൽ അത് മറ്റൊരാളുടെ മുമ്പിൽ വായിക്കാൻ കൊള്ളാവുന്നതാണോ എന്ന് സ്വയം ഒരു ബോധ്യം വരും. അങ്ങനൊരു ബോധ്യം വന്നിട്ട് ആ കവിത അവതരിപ്പിച്ചാൽ, കഥ അവതരിപ്പിച്ചാൽ ഒരു കാരണവശാലും അത് പരാജയമാവുകയില്ല. പക്ഷെ അതിനു മുമ്പ് എഴുത്തുകാരനായ നമ്മൾ വായനക്കാരനായി മാറി നിന്ന് അത് വായിക്കണം. അതിലേക്കുള്ള ഒരു ചോദ്യമാണ് ഇതെന്നും കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങ് ഒരു രചന എഴുതുമ്പോഴത്തേക്ക്, ഒരു സാഹിത്യം എഴുതുമ്പോൾ അത് ചിലപ്പം പലരും വിമർശിക്കാം. ആ രചനയെ വിമർശിക്കാൻ സാധ്യതയുണ്ടാവും, വിമർശിക്കാതിരിക്കാം. എന്നാൽ ഒരു സൃഷ്ടി രചയിതാവിനെ വിമർശിക്കാറുണ്ട്. ചോദ്യകർത്താവിൻ്റെ ഈ ചോദ്യം അദ്ദേഹം എൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് പലതും അറിഞ്ഞിട്ടാണോ ചോദിക്കുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇപ്പോൾ ഒരു 4 മാസമാവും ഇവിടെ അടുത്ത് ചുണ്ട എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ സാഹിത്യകാരന്മാരുടെ ഒരു ക്യാമ്പ് നടന്നു. ആ ക്യാമ്പിൽ, എഴുത്തുകാരുടെ ഒരു ക്യാമ്പാണ്. ആ ക്യാമ്പിൽ ഈ ചോദ്യം ഞാൻ ചോദിച്ചു. എനിക്ക് രസകരമായി തോന്നിയത് ഈ ചോദ്യം ഇപ്പോൾ എന്നോട് തന്നെ ചോദിച്ചപ്പോഴാണ്. അതായത് അവിടെ എഴുത്തുകാരാണ് ഇരിക്കുന്നതല്ല. അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എഴുതുന്ന ഏതെങ്കിലും ഒരു സൃഷ്ടി നിങ്ങളെ എപ്പോഴെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ? നിങ്ങൾ വിമർശിച്ചിട്ടുണ്ടോ എന്നല്ല, നിങ്ങളെ വിമർശിച്ചിട്ടുണ്ടോ
എന്നാണ് ഞാൻ ചോദിച്ചത്. ചോദ്യം ആർക്കും അത്ര പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലായില്ല എന്ന് അവർ വായുമ്പോളം ഇരുന്നത് കണ്ടപ്പോഴെനിക്ക് പിടിയില്ല. വീണ്ടും ഞാൻ ഈ ചോദ്യം ആവർത്തിച്ചു. അതായത് ഒരു കഥ നമ്മൾ എഴുതും, അല്ലെങ്കിൽ നമ്മളൊരു നോവൽ എഴുതും, ഇല്ലെങ്കിൽ നമ്മളൊരു കവിത എഴുതും. ഈ കവിത പൊതുജനങ്ങൾ വിമർശിക്കാറുണ്ട്. എഴുത്തുകാരനെ കുറിച്ച് ഈ കവിതയുമായി ബന്ധപ്പെട്ട് വിമർശിക്കാറുണ്ട്. എന്നാൽ ഏതെങ്കിലും സന്ദർഭത്തിൽ ആ കവിത എഴുതിയ നമ്മളെ വിമർശിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ കഥ നമ്മളെ വിമർശിച്ചിട്ടുണ്ടോ? ഇതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം. 1-2 പേരൊക്കെ എന്തൊക്കെയോ ഉത്തരം പറഞ്ഞു. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ചോദ്യം എൻ്റേതുമല്ല. ഇത് പ്രശസ്തരായ പല എഴുത്തുകാരും മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള ചോദ്യമാണ്. കാരണം ഈ നമ്മൾ എഴുതുന്ന ഒരു സൃഷ്ടി, അല്ലെങ്കിൽ നമ്മൾ രചിക്കുന്ന ഒരു രചന ഏതെങ്കിലും സന്ദർഭത്തിൽ നമ്മളെ വിമർശിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമോ? അങ്ങനെ എഴുത്തുകാരനെ വിമർശിക്കുന്ന സൃഷ്ടിയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തമായിട്ടുള്ളത്. എഴുത്തുകാരനെ വിമർശിക്കുന്ന സൃഷ്ടിയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തമായിട്ടുള്ളത്. മറ്റൊന്നും വേണ്ട, മഹാഭാരതം മാത്രം എടുത്ത് മുമ്പിൽ വെച്ചാൽ മതി. വ്യാസനെ വിമർശിക്കുന്ന സൃഷ്ടിയാണ് മഹാഭാരതം. ഏതർത്ഥത്തിലും വ്യാസൻ എന്ന മഹാത്മാവിനെ ആ സൃഷ്ടി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മഹാഭാരതം ഇത്രയും പ്രശസ്തമായത്. വാൽമീകിയെ രാമായണം വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് രാമായണം ഏറെ പ്രശസ്തമായത്. അങ്ങനെ എഴുത്തുകാരനെ വിമർശിക്കുന്ന സൃഷ്ടിക്ക് മാത്രമേ ലോകോത്തരമാവാൻ കഴിയൂ. വില്യം ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോ എന്ന നാടകം മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി. അതിൽ വില്യം ഷേക്സ്പിയർ തന്നെ പറയുന്നുണ്ട്, ഇതിലെ ഓരോ കഥാപാത്രവും എന്നെ വിമർശിക്കുകയാണ്, ഞാനല്ല, എന്നെ വിമർശിക്കുകയാണ്. എന്നെ വിമർശിക്കുന്നത് കൊണ്ടാണ് ഇതിലെ കഥാപാത്രങ്ങൾ ജീവനോടുകൂടി ഇപ്പോഴും ഇങ്ങനെ നടക്കുന്നത്. ജീവൻ എന്നുള്ള വാക്കല്ല അദ്ദേഹം ഉപയോഗിച്ചത്, ചൈതന്യവത്തായിരിക്കുന്നു എന്ന വാക്കാണ്. അപ്പോൾ സൃഷ്ടി എന്ന് പറയുന്നത് എഴുത്തുകാരനെ കൂടെ വിമർശിക്കുമ്പോഴാണ് അത് ലോകോത്തരമായി മാറുന്നത്. ഈ ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ അന്ന് ആ ചോദ്യം ചോദിച്ചത്. ഉത്തരം കിട്ടിയില്ല. എൻ്റെ ചോദ്യകർത്താവിന് അന്ന് അവിടെ ഉണ്ടായിരുന്നോ എന്ന് അറിയത്തില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങ് ഒരു ഭക്തനാണോ സാഹിത്യകാരനാണോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിപരമായ ഒരു ചോദ്യമാണിത്. അങ്ങൊരു ഭക്തനാണോ സാഹിത്യകാരനാണോ? ഞാനിത് രണ്ടുമാണ്. എന്നാൽ അതിലേതിനാണ് മേന്മ എന്നൊരാൾ എന്നോട് ചോദിച്ചാൽ ഭക്തിക്കാണ് മേന്മ. സാഹിത്യകാരൻ എന്നുള്ളത് എൻ്റെ രണ്ടാമത്തെ ഒരവസ്ഥ മാത്രമാണ്. ധ്യാനപൂർണമായ ഒരു ഭക്തനാണ് ഞാൻ. പ്രത്യേകിച്ചും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആരാധനാമൂർത്തി ഗണപതിയാണ്. ഗണേശനാണ് എൻ്റെ എല്ലാം. ഓം ഗം ഗണപതയേ നമ എന്നാണ് ഗണനാഥൻ്റെ മൂലമന്ത്രം. ഓം ഗം ഗണപതായേ നമ. ഞാൻ ഈ മന്ത്രത്തിന് ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ മൂലമന്ത്രത്തിന് ഞാനൊരു മാറ്റം വരുത്തിയാണ് ഗണപതിയെ ജപിക്കുന്നത്. ഓം ഗം മമ ഗണപതായേ നമ എന്ന് ഞാൻ ഈ മൂലമന്ത്രത്തിന് ഒരു മാറ്റം വരുത്തി. എത്രയോ വർഷങ്ങൾക്കപ്പുറമേ ഈ മാറ്റം വരുത്തിയാണ് ഞാൻ ഗണപതിയെ ജപിക്കുന്നത്. ഓം ഗം മമ ഗണപതായേ നമ. എൻ്റെ ഗണപതിയെ. ആ എൻ്റെ എന്ന് ഞാനവിടെ ഉദ്ദേശിക്കുന്നത് ഈ മന്ത്രം ചൊല്ലുന്ന ഓരോരുത്തർക്കും എൻ്റെ എന്ന വാക്ക് ഉപയോഗിക്കാനാണ്. അതൊരാൾക്ക് അങ്ങനെ ചൊല്ലാം. അപ്പോൾ ഗണപതിയെ എത്ര കണ്ട് ഞാൻ പ്രണയിക്കുന്നുവോ, എത്ര കണ്ട് ഞാൻ പ്രേമിക്കുന്നുവോ,
എത്ര കണ്ട് ഞാൻ ആരാധിക്കുന്നുവോ, എത്ര കണ്ട് ഞാൻ അടുക്കാൻ ശ്രമിക്കുന്നുവോ, ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരൻ അകലാൻ ശ്രമിക്കും. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരും. ഞാൻ അടുക്കും തോറും അദ്ദേഹം എന്നോട് പറയും, അങ്ങനൊന്നും നീ അടുക്കണ്ട. പക്ഷെ ഞാൻ മനഃപൂർവ്വം അടുക്കും. പറഞ്ഞുകൊണ്ട് തന്നെ ചിലപ്പോൾ അടുക്കും. എനിക്ക് അദ്ദേഹത്തെ കാണണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടി ധ്യാന നിർമ്മീലനായിട്ട് ധ്യാനത്തോടുകൂടി ഞാൻ ഇരിക്കും. അപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു കാര്യം എനിക്ക് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നേ അതിൻ്റെ സൂചന തരും. ഇപ്പോഴിപ്പോഴാണ് അത് വ്യക്തമായി പറഞ്ഞു തരും. ഇന്നതുപോലെ സംഭവിക്കും, അതിൽ നിന്നോ നീ മാറി നിന്നോ, അല്ലെങ്കിൽ നീ അതിൽ തന്നെ അങ്ങ് വീണോ, അനുഭവിച്ചോ എന്ന് ഞാൻ പറഞ്ഞു തരും. അപ്പം ഞാൻ അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയാണ് മുമ്പോട്ട് ഇങ്ങനെ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഭക്തിയാണ് അവിടെ ഏറ്റവും ഉത്തമമായി നിൽക്കുന്നത്. എന്നാൽ ആ ഭക്തി രചനയിലേക്കും കൂടെ പ്രേരണ കൊടുക്കുന്നുണ്ട്. അത് അദ്ദേഹം തന്നെ പറയും. ഇപ്പോൾ സൗവർണിക എന്ന പുസ്തകം എഴുതാൻ കാരണം അതാണ്. അത് പറയുമ്പോഴേ നമുക്കത് മനസ്സിലാവും. സൗവർണിക എന്ന പുസ്തകം അത് കണ്ണശ പ്രസിദ്ധീകരിച്ചത്. മംഗളം എന്ന പത്രത്തിൻ്റെ വാരികയിൽ, പിന്നെ വീക്കെൻഡിൽ കണ്ണശയാണ് ഈ സൗവർണിക പ്രസിദ്ധീകരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് മംഗളം പത്രം പോലും നിന്നു. ആ കണ്ണശ പ്രസിദ്ധീകരിച്ച സാധനം എവിടെയെന്ന് പോലും എനിക്കറിയാൻ വയ്യ. 8 മാസത്തിന് മുമ്പ്, ഇപ്പോൾ 1 വർഷം, 8 മാസത്തിന് മുമ്പ് ഒരു ദിവസം ഞാനിങ്ങനെ മനസ്സിൽ ഗണേശ പ്രാർത്ഥനയുമായിട്ടിരിക്കുമ്പോൾ, നാളെ നിനക്കൊരു വിളി വരും, ബാക്കി കാര്യങ്ങൾ നാളെ എന്നിങ്ങനെ അങ്ങ് തോന്നി. പിറ്റേന്ന് കൃത്യമായി വിളി വന്നു. വിളി വേറൊന്നും ആയിരുന്നില്ല, താങ്കളുടെ സൗവർണിക എന്ന പുസ്തകത്തിൻ്റെ കണ്ണശയായിട്ടുള്ള പതിപ്പ് എൻ്റെ കയ്യിലുണ്ട്. ഇതൊരു പുസ്തകമാക്കുന്നതിനോട് താങ്കൾക്കുള്ള യോജിപ്പ് എന്താണ്? അന്തം വിട്ടു. ഞാൻ അന്തം വിട്ടിരുന്നു പോയി. അത് ചോദിച്ചതുപോലും മംഗളത്തിൻ്റെ വാരികയിലെ ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് അത് എനിക്ക് അയച്ചതാണ്. അദ്ദേഹം എനിക്ക് അയച്ചു തന്നു. ഞാനതൊന്നുകൂടെ വായിച്ചു നോക്കി ക്രമവൽക്കരിച്ചതിന് ശേഷം അദ്ദേഹം തന്നെ വിളിക്കുന്നത് മാതൃഭൂമിക്ക് അയച്ചു കൊടുത്താൽ മതി, അവരത് ഉപേക്ഷിക്കുക. മാതൃഭൂമിക്ക് അയക്കുന്ന ഉപേക്ഷിക്കും. ഇവിടെ ഭക്തി സാഹിത്യത്തിലേക്ക് എന്നെ പ്രേരിപ്പിക്കുക. ഗണപതി എനിക്ക് അങ്ങോട്ടൊരു മാർഗം തരുകയാണ്. എല്ലാ ഗ്രന്ഥങ്ങളുടെയും പിന്നിൽ ഗണപതിയുടെ ഈ പ്രേരണ എനിക്കുണ്ട്. അതെൻ്റെ പിന്നിൽ നോക്കിയാൽ അവിടെ ഇരിപ്പുണ്ട്. അവിടെ കൃത്യമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അത് 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 എൻ്റെ മനസ്സിലുണ്ട്. അതാണ് ഗണപതി. ഗണേശൻ്റെ ആ സൂക്തം ചൊല്ലിക്കഴിയുമ്പോൾ എനിക്ക് ആ അനുഭവം ഉണ്ടാവാറുണ്ട്. എന്ത് വേണമെങ്കിലും കിട്ടും, ഒരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ ഞാൻ ഏത് ദിവസം മരിക്കണമെന്ന് വരെ അദ്ദേഹം തീരുമാനിക്കുകയും എന്നെ അറിയിക്കുകയും ചെയ്യും. അതിനും ഒരു സംശയമില്ല. ഇതിനപ്പുറത്ത് ഇനി പറയേണ്ടത്. കൃഷ്ണായനം എന്ന് പറയുന്ന അങ്ങയുടെ രചന ഇപ്പം 15ാമത്തെ പതിപ്പാണ് പുറത്തിറങ്ങിയത്. ആ കൃഷ്ണായനം എഴുതുവാനുണ്ടായ പ്രചോദനം എന്താണ്? ബഹുമാനപ്പെട്ട ചോദ്യകർത്താവേ, കൃഷ്ണായനം എൻ്റെ പുസ്തകങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ പുസ്തകമെന്ന് തന്നെ പറയാൻ എനിക്ക് കഴിയും. കാരണം കൃഷ്ണായനം, എൻ്റെ വീട്ടുപേരും കൃഷ്ണായനം എന്നാണ്. ഈ വീട്ടുപേര് കൃഷ്ണായനം എന്നാണ്. കൃഷ്ണായനം എഴുതാനുണ്ടായ പ്രചോദനമാണല്ലോ ചോദ്യം.
ഹരിശ്രീ മഹാഭാരതം എഴുതി കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ സുകുമാരപിള്ള സാറ് എന്നോട് പറഞ്ഞു, നീ ഈ കഥ എഴുത്ത് ഇനി അങ്ങ് നിർത്തണം. ഈ മംഗളം, പശ്ചിമതാരക, മനോരമ തുടങ്ങിയിട്ടുള്ള വീക്കിലികളിൽ ഈ പ്രേമകഥകൾ എഴുതി നീ നശിക്കരുത്. ധാരാളം പ്രേമകഥകൾ നീ എഴുതി കഴിഞ്ഞു. ഏതാണ്ട് 400ഓളം കഥകൾ നീ എഴുതി കഴിഞ്ഞു, പലതിലായിട്ട് വന്നു കഴിഞ്ഞു. എന്നിട്ടും നിൻ്റെ കഥ വായിച്ചിട്ട് ആരും ഇതുവരെ പ്രേമിച്ചിട്ടുമില്ല. നിൻ്റെ കഥ വായിച്ചിട്ട് ആരും ഇതുവരെ ഒരു കാര്യം ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് നീ ഇനി ഈ കഥ എഴുത്തങ്ങ് നിർത്തണം. നീ ഹരിശ്രീ മഹാഭാരതം എഴുതി കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഈ കഥ എഴുത്തിലോട്ട് തിരിഞ്ഞത്. നമുക്കത് വേണ്ട സാറേ. എനിക്ക് ആ കഥ എഴുതുന്നതിനോടാണ് വലിയ താല്പര്യം. അത് വേണ്ടെന്ന് പറഞ്ഞാലോ? നിൻ്റെ മനസ്സെന്താണെന്ന് എനിക്കറിയാം. നീ പുരാണങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നീ പ്രൈമേയമായ കാര്യങ്ങൾ എഴുതുന്നെങ്കിൽ അതിലൂടെ അയക്കോ. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. സാർ എന്നോട് പറയാം, ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. സാറിനോട് പറയും, ശ്രീകൃഷ്ണനും രാധയും തമ്മിലുള്ള പ്രേമം നീ എഴുതിക്കും. നിനക്ക് ധൈര്യമായിട്ട് എഴുതാമല്ലോ. സ്നേഹപൂർവമായ അവരുടെ ജീവിതവൃത്തി നിനക്ക് ധൈര്യമായി എഴുതാം. എഴുത്. അതൊക്കെ എഴുതാൻ പറ്റുമോ എന്ന് ഞാൻ സാറിനോട് ചോദിച്ചു. എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിനക്ക് എഴുതാൻ പറ്റും. കാരണം ഒരു കാര്യം ചെയ്യും, നീ ഇന്നു മുതൽ വീട്ടിൽ ചെന്ന് ഭാഗവതം ദശമസ്കന്ധവും വിഷ്ണു പുരാണവും ഒന്ന് വായിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, വിഷ്ണു പുരാണം എൻ്റെ കയ്യിലില്ല, അത് ഞാൻ തരാം. സാറ് വിഷ്ണു പുരാണം തന്നു, അത് കൊണ്ടുവന്നു. മലയാളത്തിലുള്ളതാണ്. ഭാഗവതം ദശമസ്കന്ധം വീട്ടിലുണ്ട്. അത് രണ്ടും ഞാൻ വായിച്ചു. 2 ആഴ്ച കഴിഞ്ഞിട്ട്, അപ്പോഴത്തേക്ക് വായിച്ചു തീർന്നു. 2 കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് പറഞ്ഞു, രാധയുടെ പ്രേമമൊന്നും എന്നെ കൊണ്ട് എഴുതാൻ പറ്റില്ല, ശ്രീകൃഷ്ണൻ്റെ പ്രേമം വേണമെങ്കിൽ എഴുതാം. പക്ഷേ അത് പറ്റില്ല, നീ രാധയുടെയും കൂടെ എഴുതണം. നീ ഒരു കാര്യം ചെയ്, വിഷ്ണു പുരാണം നന്നായി വായിച്ചല്ലോ, ഭാഗവതവും നന്നായി വായിച്ചല്ലോ. വായിച്ചു. എന്നാൽ ഇത് രണ്ടും വെച്ചുകൊണ്ട് നീ ശ്രീകൃഷ്ണൻ്റെ ജീവിതയാത്ര, ഞാൻ സാറിനെ നമസ്കരിച്ചുകൊണ്ട് പറയുക, ശ്രീകൃഷ്ണൻ്റെ ജീവിതയാത്ര നീ എഴുതണം. ആ യാത്രയ്ക്ക് ഞാൻ അയനം എന്ന് പേരിട്ടു. അയനം എന്നുള്ളതിന് യാത്ര എന്നാണല്ലോ ഉത്തരായനവും ദക്ഷിണായനവും എന്ന് പറയും. അങ്ങനെയാണ് കൃഷ്ണായനം എന്ന പേര് പുസ്തകം എഴുതുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മനസ്സിൽ വന്നു. അതിനുശേഷം ഹരിശ്രീ ബുക്സിൻ്റെ മാനേജരും മരിച്ചുപോയി അദ്ദേഹം, രാധാകൃഷ്ണൻ എന്ന പേരുള്ള വ്യക്തിയുമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ രാധാകൃഷ്ണൻ പറഞ്ഞു, എഴുതി തന്നാൽ പ്രസിദ്ധീകരിക്കുന്ന കാര്യമായിട്ട്. അപ്പോൾ എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഈ പുസ്തകം എഴുതുന്നതിന് വേണ്ടി വീട്ടിൽ വന്നിരുന്നു. എങ്ങനെയും നോക്കിയിട്ട് എഴുതാനൊക്കുന്നില്ല. എഴുതുന്നതെല്ലാം കീറിക്കളയാനേ പറ്റുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഗുഹാക്ഷേത്രത്തിൽ വന്നു. ഗുഹാക്ഷേത്രത്തിൽ വന്നിട്ട് ആ മണ്ഡപത്തിൽ നന്ദികേശ്വരൻ്റെ ഇപ്പുറത്ത് ചമ്മണക്കാലും കൂട്ടി ഗണപതിയെ തൊട്ടു മുമ്പിൽ ഗണപതിയാണ്, നന്ദികേശ്വരൻ്റെ തൊട്ടു മുമ്പിൽ ഗണപതിയാണ് ഇരിക്കുന്നത്. ഗണപതിയുടെ മുഖത്തേക്ക് നോക്കി ധ്യാനിച്ചിരുന്നു. എങ്ങനെയെന്നറിയില്ല, എൻ്റെ മനസ്സിലേക്ക് കുറേ വാചകങ്ങൾ ഊർന്നു വന്നു. കണ്ണുമടച്ച് ഞാൻ ആ വാചകങ്ങൾ ഉൾക്കൊണ്ടു. എന്നിട്ട് കണ്ണ് തുറന്ന് ബുക്കെടുത്ത് എന്താണോ എൻ്റെ മനസ്സിൽ വീണത് അത് മുഴുവൻ ഞാൻ എഴുതി. കൃഷ്ണായനത്തിൻ്റെ ആദ്യത്തെ പേര് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഗോപികമാരുടെ നൃത്തം കഴിഞ്ഞു,
യമുനാതീരം ആലസ്യത്തിലമർന്നു. വിടർന്ന നെയ്യാമ്പലുകൾ പനിമതിയെ കണ്ട് രാഗലോലരായി പുഞ്ചിരിച്ചു. സാത്വികതയിൽ രജോഭാവം ഇണചേർന്ന കണ്ണൻ മന്ദം നടന്ന് നടനലാസ്യത്തിൽ മയങ്ങുന്ന രാധയുടെ നികടത്തിലെത്തി. മഞ്ഞപ്പൂഞ്ചേല അലസമായി വിലസി, തിരുനെറ്റിയിൽ ശ്രമബന്ധുക്കൾ വിളങ്ങി, അർത്ഥാഭാംഗിയായി മയങ്ങുന്ന രാധയെ കണ്ണൻ നോക്കി നിന്നു. യമുനയിലെ ഇളങ്കാറ്റ് കാലത്തിൻ്റെ ഗാഥയുമായി കണ്ണനെ പൊതിഞ്ഞു. ധന്യ നിമിഷങ്ങൾ. പ്രകൃതി മന്ദാക്ഷഭാവത്തിൽ നിന്നു. ഓടക്കുഴൽ തുഞ്ചിനാൽ കണ്ണൻ രാധയുടെ നെറുകയിൽ തുള്ളി. അനവദ്യമായ ഒരു രസാനുഭൂതിയിൽ രാധ ഞെട്ടി ഉണർന്നു. മുന്നിൽ മാധവൻ, നെറുകയിൽ നിരയായി നിറവീലി ചാർത്തി പീതകൗശേയധാരിയായി കോലക്കുഴലും ഓടക്കുഴലുമായി വിളങ്ങുന്ന ശ്രീകൃഷ്ണൻ. രാധയുടെ കൈകൾ മുകളീകൃതമായി, ചുണ്ടുകൾ വിറച്ചു. രാധ ചോദിച്ചു, പ്രഭു, ഈ ഏഴ വെറുമൊരു ഇടയപ്പെണ്ണു മാത്രമാണ്. എന്നാൽ നക്ഷത്രമണ്ഡലം അടക്കം പ്രപഞ്ചം മുഴുവൻ അങ്ങയുടെ കാൽ നഖേന്ദു മരീചികയിൽ വിളങ്ങുന്നത് അടിയൻ കാണുന്നു. ദയവായി പറയൂ, അങ്ങ് ആരാണ്? മാധവ ഭക്തിയോടെ വാക്കുകൾ മൃദുമാകാതെ ചോദിക്കുന്നു, അങ്ങ് ആരാണ്? പ്രതിധ്വനിയായി ഈ ശബ്ദം കാലം കടന്നു വന്നു. പ്രപഞ്ചം മുഴുവൻ അത് വ്യാപിച്ചു നിന്നു. ബ്രഹ്മലോകത്തിലും വൈകുണ്ഠത്തിലും ഗോലോകത്തിലുമെത്തി ആ സ്വരങ്ങൾ പ്രകമ്പനമാകുന്നു. ജൈവിക ഭാഗമുള്ള ഓരോ അണുവും ആ ചോദ്യം ഏറ്റുപറഞ്ഞു, അങ്ങ് ആരാണ്? യമുനയുടെ സൈകത പരപ്പിൽ രാധ ബദ്ധാഞ്ജലിയായി കണ്ണൻ്റെ സ്വരത്തിന് കാതോർത്തിരുന്നു. സാന്ദ്രമധുരമായി ഗോപാലൻ പറഞ്ഞു, രാധേ, പ്രപഞ്ചത്തിലെ ഓരോ അണുവും നിന്റെ ചോദ്യം മായ കൊണ്ട് ആവർത്തിക്കുന്നു. വിരാട് പുരുഷനിൽ ഐക്യം വന്നവർക്ക് സ്വയമായി ഉദിക്കുന്ന ഉത്തരമാണ് നീ അറിയേണ്ടത്. നീയും ഞാനും നമ്മുടെ കഥയും അനാദിയാണ്, അനന്തമാണ്. ഞാൻ ആരാണെന്നറിയുവാൻ നീ അറിയേണ്ടത് ആ കഥയാണ്. ഇതുവരെ ഉള്ളതും ഇനി ഉണ്ടാകേണ്ടതുമായ നമ്മുടെ കഥ നിനക്ക് വേണ്ടി ഒരിക്കൽ കൂടെ ഞാനത് പറയാം. പ്രണവസുന്ദരമായ ആ കഥ രാധയുടെ ആത്മാവിലേക്ക് മാധവൻ പകർന്നു. മഞ്ഞിൻ്റെ കുളിരുമായി കാലം ആ കഥ കേട്ടുന്നു. ഇത് എഴുതി തീർന്നു. ഇത്രയും ഞാൻ ഒറ്റ അടിക്ക് എഴുതിയത്. ഇതങ്ങ് എഴുതി തീർന്ന് ബുക്കടച്ചു വെച്ചു. കണ്ണിൽ നിന്നും കണ്ണീര് ഇറ്റിറ്റ് എൻ്റെ ബുക്കിൻ്റെ പുറത്ത് വീണു. ഇപ്പോഴും കണ്ണീര് വരുന്നു. ഞാൻ വീണ്ടും അതൊരിക്കൽ കൂടെ വായിച്ചു. എന്തോ ഒരു വാക്കുപോലും പിന്നെ അത് തിരുത്തേണ്ടി വന്നിട്ടില്ല എനിക്ക്. അത്ര ഭംഗിയായി ഞാൻ ആ കഥ, കാലം കടന്നു നിൽക്കുന്ന ആ കഥയാണ് കൃഷ്ണായനം. നേരത്തെ അങ്ങ് ഇടയ്ക്ക് സൂചിപ്പിച്ചായിരുന്നു, അങ്ങയുടെ ഗുരു സുകുമാരപിള്ള സാറ് തന്നെ ചോദിച്ചു, അങ്ങ് ഈ പ്രണയ കാവ്യങ്ങളെല്ലാം എഴുതിയിട്ട് വലിയ മാറ്റമൊന്നും വരുന്നില്ല, സമൂഹത്തിൽ അങ്ങനെ മാറ്റമൊന്നും വരുന്നില്ല, അതനുസരിച്ച് ആരും പ്രണയിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. ശരിക്കും ചോദിക്കാൻ ഉദ്ദേശിച്ചത്, സാഹിത്യത്തിന് സമൂഹത്തിൽ മാറ്റം വരുത്താൻ സാധിക്കുമോ? ചോദ്യകർത്താവ് ചോദിച്ച ചോദ്യം ധാരാളമായി ആളുകൾ ചോദിച്ചുള്ള ചോദ്യമാണ്. സാഹിത്യത്തിന് സമൂഹത്തെ പരിവർത്തിപ്പിക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യം. തീർച്ചയായും കഴിയും എന്നതാണ് എൻ്റെ ഉത്തരം. സാഹിത്യ സൃഷ്ടിക്ക് സമൂഹത്തെ മാറ്റിമറിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം മഹാഭാരതമാണ്. സമൂഹത്തെ നന്നായി മഹാഭാരതം മാറ്റിമറിച്ചു, ഇന്നും മാറ്റിമറിച്ചുകൊണ്ടേ ഇരിക്കും. രാമായണവും സമൂഹത്തെ നന്നായി മാറ്റിമറിച്ച കൃതിയാണ്.
ഇന്നും രാമായണം സമൂഹത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഞാൻ ഉൾപ്പെടെ നമുക്കെല്ലാവർക്കും മാറ്റം വരുന്നിരിക്കുന്നത് മഹാഭാരതവും രാമായണവും ഭഗവത്ഗീതയും ഒക്കെ വായിച്ചതിൻ്റെ പരിണത ഫലമാണ്. അപ്പോൾ സമൂഹത്തെ മാറ്റുവാൻ സൃഷ്ടികൾക്ക് കഴിയും. എന്നാൽ നാലാംകിട പ്രേമകഥകൾക്ക് സമൂഹത്തെ മാറ്റാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും കഴിയത്തില്ല. അത് കഴിയത്തില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ അഭിപ്രായം. അന്ന് ഞാൻ എഴുതിയ ഈ നാലാംകിട പ്രേമകഥകളൊന്നും തന്നെ സമൂഹത്തെ മാറ്റിമറിക്കാൻ ഒക്കൂല എന്ന് കണ്ടതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ എന്നോട് പറഞ്ഞു, മേലിൽ നീ ഇതൊന്നും എഴുതരുതെന്ന്. അതുകൊണ്ട് തന്നെ ഞാനത് എഴുത്ത് നിർത്തി, ഞാൻ രക്ഷപ്പെടുകയും ചെയ്തു. കാരണം അന്നും അത് എഴുതിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ അതേപോലെ പ്രേമകഥകൾ മാത്രം എഴുതി നടന്നതിന് ഒരു പ്രയോജനവും ഇല്ലാതെ പോവുകയും ചെയ്തേനെ. അതുകൊണ്ടൊന്നല്ല. പക്ഷേ വിശുദ്ധമായ പ്രേമം, സംശുദ്ധമായ പ്രേമം, ആത്മീയത തന്നെ പ്രേമത്തിൻ്റെ മറ്റൊരു ഭാവമാണ്. പ്രേമം എന്നുള്ളതിന് സ്ത്രീ പുരുഷ ബന്ധമെന്നല്ല അർത്ഥം. അതിനപ്പുറത്ത് മാനസികമായ ഐക്യമാണ്. ഈ ഐക്യത്തെ സമഷ്ടികരിക്കുവാനുള്ള ഗ്രന്ഥങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തെ പൂർണ്ണമാക്കുവാൻ ഏതിന് കഴിയും? ഇത്തരം ഗ്രന്ഥങ്ങൾക്ക് കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എൻ്റെ കൃതികൾ വായിച്ചതിന് ശേഷം ആളുകൾക്ക് മാനസികമായ പരിവർത്തനം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാനാവില്ല. കാരണം പിന്നെ കൃഷ്ണായനത്തെക്കുറിച്ച് അത്രയേറെ കത്തുകൾ, അത്രയേറെ വിവരങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക്. അത് വായിച്ചതിന് ശേഷം ഓരോ വ്യക്തിക്കും ഓരോ വ്യക്തികൾക്കും നൂറുകണക്കിന് മാറ്റങ്ങളുണ്ടായി എന്നും ഞാൻ ശ്രീകൃഷ്ണനെ നേരിൽ കണ്ടു എന്ന് വരെ പലരും എന്നോട് എഴുതി പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സാഹിത്യ സൃഷ്ടിക്ക് അനുഭവങ്ങൾ മനുഷ്യനെ മാറ്റാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയം മാറ്റും, ഉറപ്പാണ്, യാതൊരു സംശയമില്ല. മാറ്റുമെന്നുള്ളത് ഇനി യാതൊരു സംശയമില്ല. പക്ഷേ നാലാംകിട സൃഷ്ടികൾക്ക് ഒരിക്കലും മൂന്നാം കടയിലും ഒക്കില്ല, നാലാം കടയിലും ഒക്കില്ല. ഇതിനൊരിക്കലും എന്ത് ചെയ്യാനാവില്ല? ഈ സമൂഹത്തെ മാറ്റിമറിക്കാൻ യാതൊരു കാരണവശാലും കഴിയത്തില്ല. സമൂഹത്തെ മാറ്റുവാൻ ഏറ്റവും പ്രധാനമായി വേണ്ടത് സമൂഹത്തിലെ ജീവിത പ്രശ്നങ്ങളെ നിരന്തരമായി കൈകാര്യം ചെയ്ത് അതിന് പരിഹാരവും പരിണാമവും സൃഷ്ടിക്കാൻ പര്യാപ്തമായ രചനകളാണ് സമൂഹത്തിന് മാറ്റങ്ങൾ വരുത്തുന്നത്. നമ്മുടെ മുമ്പിലുള്ള സമൂഹമാണല്ലോ നമ്മുടെ സൃഷ്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ആ സമൂഹത്തെ നമ്മുടെ സൃഷ്ടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ സമൂഹത്തിലുള്ള പ്രശ്നങ്ങളെ, ജീവിത പ്രശ്നങ്ങളെ, സാമൂഹ്യ പ്രശ്നങ്ങളെ, വൈകാരിക പ്രശ്നങ്ങളെ എത്ര കണ്ട് എഴുത്തുകാരൻ അടുത്തു നിന്ന് കണ്ട് എഴുതിയിട്ടുണ്ടോ അങ്ങനെ എഴുതുന്ന പ്രശ്നങ്ങളെ സമീചീനമായി വ്യാഖ്യാനിക്കാൻ ഈ കൃതിക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ആ കൃതി സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന് നാന്ദി കുറിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മറിച്ചാണെങ്കിൽ സമൂഹത്തിന് പരിവർത്തനമല്ല, ആവർത്തനമല്ല, ഒരുതരം എന്തോ പറയുന്നത് അത് തന്നെ സംഭവിക്കും. അതുകൊണ്ട് ശ്രോതാക്കളെ, എന്നെ കേൾക്കുന്നവരെ, തീർച്ചയായിട്ടും നിങ്ങൾ രചന നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന് നാന്ദി കുറിക്കുന്നത് തന്നെയായിരിക്കണം. പക്ഷെ അപ്പോഴും നമ്മളെ തന്നെ ഭജിക്കുകയും, കാരണം നമ്മൾ ദൈവത്തിനെ കൈകൂപ്പുന്നത് എങ്ങോട്ടാണ്? നമ്മളെപ്പോഴും ചിന്തിക്കണം, ദൈവത്തിൻ്റെ കൈകൂപ്പുന്നത് നമ്മളിലേക്കാണ്. അപ്പോൾ ഈശ്വരൻ എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിലാണ് ദൈവം ഇരിക്കുന്നത്. അപ്പം നമ്മൾ കൈകൂപ്പുന്നത് ഒരിക്കലും ക്ഷേത്രത്തിൽ ചെന്ന് വിഗ്രഹത്തിൻ്റെ മുമ്പിലോട്ട് ഇന്ന് പിടിച്ചോന്ന് പറഞ്ഞ് അങ്ങ് കൂപ്പി ഇട്ട് കൊടുക്കുകയല്ല. മറിച്ച് നമ്മൾ കൈകൾ ചേർത്ത് മുകളീകൃതമാക്കി നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയാണ്. പരിശുദ്ധനായ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിനകത്ത് വർത്തിക്കുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷെ ആ ഹൃദയം ഈശ്വരൻ ഇരിക്കാൻ ഇരിപ്പിടമല്ലാത്തതാണെങ്കിൽ കൈകൂപ്പിയതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അസൂയയും കുശുമ്പും കുന്നായ്മയും മതവും മാത്സര്യവും അഹങ്കാരവും ഡംബും വിദ്വേഷവും മറ്റുള്ളവനെ ദ്രോഹിക്കണമെന്നുള്ള ഭ്രമവും പണം സമ്പാദിക്കണമെന്നുള്ള ഭ്രമവുമായിട്ട് ജീവിതം മുഴുവൻ നടക്കുന്ന ഹൃദയമുള്ള ഒരുവൻ്റെ ഹൃദയത്തിൽ ഈശ്വരൻ ഇരിപ്പിടം കണ്ടെത്തത്തില്ല. അങ്ങനെയുള്ള ഹൃദയത്തിൽ ഈശ്വരൻ ഇരിക്കത്തുമില്ല. അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലത്തിൽ ചെന്ന് കമന്ന് കിടന്ന് തൊഴുതാലും
മലന്ന് കിടന്ന് തൊഴുതാലും അവനൊരിക്കലും ദൈവഗുണം ഉണ്ടാവുകയും ഇല്ല. മറിച്ച് ഇതൊന്നും വേണ്ട, പരിശുദ്ധമായ മനസ്സോടുകൂടി മറ്റുള്ളവരെ ദ്രോഹിക്കരുതെന്ന ചിന്തയോടുകൂടി ആത്മാവിനെ ആത്മാവിലേക്ക് ആവാഹിച്ച് ഒരാൾ ഭക്തിപൂർവ്വം ഈശ്വരനെ ഭജിച്ചാൽ അതാണ് ഏറ്റവും വലിയ രചന, അതാവട്ടെ ഏറ്റവും വലിയ സ്തുതിയും. ജി, അങ്ങ് ആരും തൊടാൻ മടിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുന്ന ഋഗ്വേദത്തിൻ്റെ ഒരു ഗദ്യ രീതിയിലുള്ള പരിഭാഷ അങ്ങ് നടത്തിയിട്ടുണ്ട്. അത് നടത്തിയപ്പോൾ ഉണ്ടായ അങ്ങയുടെ ഒരു അനുഭവം, അത് പരിഭാഷപ്പെടുത്താനുണ്ടായ ഒരു സാഹചര്യം, ഇതെല്ലാം ഒന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഋഗ്വേദം ഗദ്യം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. 1011 സൂക്തങ്ങളും 10,000-ൽ പരം ഋക്കുകളുമുള്ള 95 അനുവാദങ്ങളുള്ള ഋഗ്വേദം ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാന ശിലയാണ്. ഋഗ്, യജൂർ, സാമ, അഥർവവേദങ്ങളിൽ അഥർവവേദം ഒഴിവാക്കി ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്ന വേദത്രയി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ 3 വേദങ്ങളിൽ യജുർവേദവും സാമവേദവും പ്രണവവേദങ്ങളാണെങ്കിൽ, അതായത് പിന്നെ ദേവന്മാരെ സ്തുതിക്കുന്ന ഗീതങ്ങളുള്ള വേദങ്ങളാണെങ്കിൽ, ഋഗ്വേദം ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ ഒന്നാണ്. BC 14-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ നമ്മുടെ ആചാര്യന്മാർ എഴുതപ്പെട്ട ഋഗ്വേദം ഹൈന്ദവ ധർമ്മത്തിൻ്റെ സ്തുത്യർഹമായ ഒന്നാണ്. ഈ പുസ്തകത്തെക്കുറിച്ച് ഡോക്ടർ സുമാരുള്ള സാറ് എന്നോട് പറയുകയും ഇതിലെ പുരുഷ സൂക്തം എന്നെ പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഋഗ്വേദം വായിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ചടയമംഗലത്ത് ജടായു പാറയുടെ താഴെ ഒരു ധ്യാനസഭ നടന്നു. ആ ധ്യാനസഭയിൽ ചേങ്കോട്ടോണത്തെ സ്വാമിജിയാണ് വന്നത്. അദ്ദേഹം സഭ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളൊക്കെ കുട്ടികളാണ്, കുട്ടികളെന്ന് ചെറുപ്പക്കാരാണ്, മുതിർന്നവരും ധ്യാനം നന്നായി ശീലിക്കുന്നവരുമായ ആളുകളാണ് ഇരിക്കുന്നതല്ല. സ്വാമിജി ഋഗ്വേദത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ധാരാളമായി സംസാരിച്ചു. സംസാരമെല്ലാം കഴിഞ്ഞ് സ്വാമി വിശ്രമിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് കാലിൽ ഒന്ന് തൊട്ട് തൊഴുതു. വല്ലാത്ത ഒരു തണുപ്പ് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പം ഞാൻ സ്വാമിയോട് ചോദിച്ചു, സ്വാമിജി ശരീരം തണുത്തിരിക്കുന്നല്ലോ. അതെ, തണുത്തിരിക്കും. ധ്യാനത്തിൽ മുഴുകുന്ന വ്യക്തിയുടെ ശരീരം എപ്പോഴും തണുത്തേയിരിക്കും, ചൂടാവത്തില്ല. ഞാൻ ധ്യാനനിഷ്ഠനായ ഒരാളാണ്, കുഞ്ഞേ എന്നാണ് വിളിക്കുക. അതുകൊണ്ടാണ് തണുത്തിരിക്കുന്നത്. അല്ല, ഐസിലൊന്നും വെച്ചതല്ല കേട്ടോ, നീ പേടിക്കണ്ട. ഞാൻ സ്വാമിജിയോടൊരു കാര്യം ചോദിക്കട്ടെ? എനിക്ക് ഋഗ്വേദം പഠിക്കണമെന്നുണ്ട്. അയ്യോ, നിനക്ക് അതിനുള്ള പ്രായമൊന്നും ആയില്ല. സ്വാമി പറഞ്ഞു, ഇത്തിരി കൂടെ കഴിയട്ടെ. കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിച്ചില്ല. എന്നാൽ കല്യാണമൊക്കെ കഴിച്ച് 5-6 പിള്ളേരുമൊക്കെ ആയിട്ട് സ്വസ്ഥമായിട്ട് ഒരു 60 വയസ്സോ 70 വയസ്സോ കഴിഞ്ഞ് ഋഗ്വേദം പഠിച്ചാൽ മതി.
അപ്പം ഞാൻ പറഞ്ഞു, സ്വാമി ഒരു 65 വയസ്സിൽ ഞാൻ ചത്തുപോയാൽ എന്തോ ചെയ്യും? ഋഗ്വേദം പഠിക്കാമോ? അപ്പോൾ സ്വാമി പറഞ്ഞു, 65 നീ ചാവത്തില്ല എങ്കിലോ, 65 നീ ചാവത്തില്ലെങ്കിലോ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ 60 കഴിഞ്ഞ് പഠിക്കാം, ചാവത്തില്ലെങ്കിൽ. അപ്പോൾ സ്വാമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്ന് ചിരിച്ചു, ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ ഒന്ന് പ്രകമ്പനം കൊള്ളിക്കാൻ പറഞ്ഞതല്ലേ, നിനക്ക് ഋഗ്വേദം പഠിക്കണമെന്നുണ്ടോ? സ്വാമി, ഋഗ്വേദം പുരുഷസൂക്തമൊക്കെ എനിക്ക് അറിയാം, പഠിച്ചിട്ടുണ്ട്, പക്ഷെ മുഴുവൻ പഠിക്കണമെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ ഋഗ്വേദം പഠിക്ക്. സംസ്കൃതം വായിക്കാൻ അറിയാമോ? കുറേശ്ശെ അറിയാം. അയ്യോ, പിന്നെ ഋഗ്വേദം തൊടാനൊക്കില്ല, കുറേശ്ശെ അറിഞ്ഞ. സംസ്കൃതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിൽ മാത്രമേ ഋഗ്വേദം വായിച്ച് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് സംസ്കൃതം കുറേശ്ശെ അറിയാം സ്വാമിജി, എനിക്ക് ബോധ്യപ്പെടുത്തി തന്നാൽ മതി. എനിക്ക് ഒരു സംസ്കൃത അധ്യാപകനുണ്ട്, ഡോക്ടർ പി കെ സുമാരോള സാറ്. ആ, സാറിനെ എനിക്കറിയാം. അയ്യോ, സാറിനെ എനിക്ക് നന്നായി അറിയാം. സാറ് മതി, നീ ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ തന്നെ പോയി സാറിനെ കാണും, എന്നിട്ട് ഋഗ്വേദം പഠിക്കും, വായിച്ചു പഠിക്കും. സമ്മതിച്ചു, കാലിൽ തൊട്ടു എഴുതും. ഞാൻ അങ്ങനെ ഋഗ്വേദം വായിക്കണമല്ലോ, സംസ്കൃതത്തിൽ പുസ്തകമില്ല. ഞാനങ്ങനെ ഋഗ്വേദത്തിൻ്റെ ഒരു കോപ്പിക്ക് വേണ്ടി ദ്വാരകാപുരി എന്ന് പറയുന്ന ബാംഗ്ലൂരിലുള്ളൊരു സ്ഥലത്തേക്ക് എഴുതി. സാറാണ് എഴുതിയത്. അങ്ങനെ അവർ പുസ്തകം അച്ചടിക്കണമെങ്കിൽ ഇത്ര രൂപ ആദ്യം തരണമെന്ന് പറഞ്ഞു. കാരണം താങ്കൾക്ക് വേണ്ടി ഒരു പുസ്തകം അച്ചടിക്കും. അങ്ങനെ പുസ്തകം അച്ചടിച്ച് വെച്ചിട്ടില്ല. ഒരു പുസ്തകം താങ്കൾക്ക് വേണ്ടി അച്ചടിക്കും. ആ അച്ചടിക്കുന്ന പുസ്തകത്തിൻ്റെ പൈസയും തരിക, താങ്കളത് കൊണ്ടുപോയിക്കോളൂ. ആ പുസ്തകം അങ്ങനെ കൊടുത്തു. പുസ്തകം വന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ അതെല്ലാം ഇളവിയൊക്കെ പോയി, കാരണം ഒട്ടിപ്പൊന്നും ശരിയായില്ല. എങ്കിലും ഞാനതൊക്കെ ഒട്ടിച്ച് വെച്ച് വായിച്ചു. അതോടൊപ്പം അതിൻ്റെ ഗദ്യരൂപവും വായിച്ചു. ഗദ്യരൂപം മലയാളത്തിലുള്ളത് വായിച്ചു. വിദ്വാൻ കെ പ്രകാശത്തിൻ്റെ ഗദ്യരൂപം വായിച്ചു. അപ്പോഴീ സുമാരോള സാർ എന്നോട് പറഞ്ഞു, നമുക്കിതിനെ ഗദ്യരൂപത്തിലാക്കിയാലെന്താ? നിന്നെ കൊണ്ടത് കഴിയും. കൃഷ്ണായനം എഴുതിയ അതേ ശൈലിയിൽ എല്ലാ ഇറുക്കുകളും നീ ഗദ്യരൂപത്തിലൊന്ന് എഴുതി നോക്ക്. അങ്ങനെ 1-ാം അനുഭാഗത്തിലെ ആദ്യത്തെ 11 ഇറുക്കുകൾ ഞാൻ ഗദ്യത്തിലെഴുതി. 16 പ്രാവശ്യം ഞാൻ തിരുത്തി എഴുതി. സാറിനെ കൊണ്ട് കാണിച്ചു. അപ്പോൾ പറഞ്ഞു, നീ ഇതെന്നെയല്ല കാണിക്കുന്നത്, ചെങ്കോട്ടുകോണത്ത് പോയി സ്വാമിയെ കാണിക്കണം, സ്വാമിജി പറയുന്നതിനനുസരിച്ച് ചെയ്യണം. ഞാൻ അപ്പോഴത്തന്നെ പോയി. ഇപ്പം ജോലി ഉണ്ടെന്ന് എനിക്ക്, അതുകൊണ്ട് വണ്ടിക്കൂലിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ അവിടെ ചെന്നു, സ്വാമിജി ഇത് കാണിച്ചു. എന്താ എന്ന് ചോദിച്ചു. അപ്പം ആദ്യം ഞാൻ പറഞ്ഞു, സ്വാമി ഇങ്ങനെ പറഞ്ഞ ആ വ്യക്തിയാണ് ഞാൻ. ഓ, എനിക്ക് ഓർമ്മ വന്നു, ചടയങ്ങളത്ത് വെച്ച്. ആ, നീ എന്താ? എന്നാണ് ഞാൻ ഈ ഋഗ്വേദത്തിൻ്റെ ആദ്യത്തെ 11 ഋക്കുകൾ ഇങ്ങനെ ഗദ്യരൂപത്തിലാക്കി. നോക്കട്ടെ. സ്വാമി അപ്പോൾ തന്നെ അത് മേടിച്ച് നോക്കി. എന്താ നിൻ്റെ ലക്ഷ്യം? ഋഗ്വേദം മുഴുവൻ ഇങ്ങനെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് അതിനുള്ള അനുഗ്രഹം തരണം. ഞാൻ സ്വാമിജിയുടെ കാലിൽ ഇങ്ങനെ സാഷ്ടാംഗം നമസ്കരിച്ചു. എൻ്റെ തലയിൽ ഇങ്ങനെ തൊട്ട് തലോടിക്കൊണ്ട് എന്നെ ആലിംഗനം ചെയ്തുകൊണ്ട് സ്വാമിജി പറഞ്ഞു, നിനക്കിത് സാധിക്കും, പൂർണ്ണമായും സാധിക്കും. ഞാൻ അന്ന് വന്നു, ഋഗ്വേദം ഇറുക്കുകൾ ഇങ്ങനെ എഴുതാൻ തുടങ്ങി. 12.5 വർഷം കൊണ്ട് അത് പൂർത്തിയാക്കി. 12.5 വർഷം എടുത്തു. ഋഗ്വേദം എഴുതുന്നതിന് മുമ്പ് എനിക്ക് ഇവിടം വരെ മുടിയുണ്ടായിരുന്നു. മുടി ഞാൻ ഇങ്ങനെ ഇതേപോലെ വാരിക്കെട്ടുമായിരുന്നു, കെട്ടി ഇങ്ങനെ വെച്ചിരുന്നത്. കല്യാണമൊക്കെ കഴിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര മുടിയാണ്.
ആ കേരളകൗമുദിയിലൊക്കെ എൻ്റെ പടം വരുമ്പോൾ ആളുകൾ വിചാരിക്കും ഇതാണോ പെണ്ണോ എന്ന്. കാരണം ഇതുകൊണ്ട് അവൻ്റെ മുടിയുണ്ട്, ഇത്രയും മുടിയുണ്ടായി. ഋഗ്വേദം എഴുതി തീർന്നപ്പോൾ ഒറ്റ മുടി മുഴുവൻ പൊഴിഞ്ഞു പോയി. കാരണം ഒരു ദിവസം 8 മണിക്കൂർ 9 മണിക്കൂർ രാത്രിയിലിരിക്കും. പള്ളിക്കൂടത്തിൽ പോയിട്ട് തിരിച്ചു വന്ന് ഒരു 6 മണിയാവുമ്പോൾ ഇരിക്കും. അതിന് എൻ്റെ വൈഫാണ്, എൻ്റെ കൂടെയുള്ള ഇപ്പോഴുള്ള വൈഫാണ് അതിന് ഏറ്റവും കൂടുതൽ പ്രചോദനം. ഭാര്യയാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം. കാരണം ഒരു ജോലിയിലും ഞാൻ പിന്നെ ചെല്ലണ്ട, ബാക്കിയെല്ലാം അവരങ്ങ് ചെയ്തോളും. ഞാൻ പൂർണ്ണമായും ഇതിൽ തന്നെ ഇരുന്നാൽ മതി. ഇടയ്ക്ക് കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ ഇട്ടുകൊണ്ട് തരും. അവൾ ഉറങ്ങുന്നോ ഇല്ലയോ എന്ന് പോലും ഞാൻ നോക്കാറില്ല, ഞാൻ എഴുതുകയാണ്. അങ്ങനെ 3 മണി 3:30 മണിയാവുമ്പോൾ എഴുതിയത് മടക്കി വെച്ച് കിടക്കും, പെട്ടെന്ന് ഉറങ്ങും. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് പോകും പിറ്റേന്ന്. ഇങ്ങനെ 12.5 വർഷം എടുത്തപ്പോൾ 2400 പേജുള്ള പുസ്തകം എത്തും. 2400 പേജുണ്ട് എൻ്റെ ഗദ്യ ബുക്ക്. എന്നിട്ട് ഇതിനൊരു ഡിക്ഷണറി വേണമല്ലോ, കാരണം പലതിപ്പം ആഹവനീയം എന്ന വാക്കിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയാണ് ഇതിലും പ്രയോഗിച്ചു പോകുന്നത്. പല വാക്കുകളുടെ അർത്ഥം സാധാരണക്കാർക്ക് മനസ്സിലാകത്തില്ല. അങ്ങനെ ഒരു ഋഗ്വേദിക്ക് ഡിക്ഷണറിയും കൂടെ ഉണ്ടാക്കി. അങ്ങനെ അതെല്ലാം കൂടെ ചേർത്താണ് ഹരിശ്രീ ബുക്സ് എന്ന് പറയുന്ന രാധാകൃഷ്ണൻ ആണ് പ്രസിദ്ധീകരിച്ചത്. ഇപ്പോൾ ഇത് ഔട്ട് ഓഫ് പ്രിൻ്റാണ്. ഇനി അത് പൂർണ്ണമായും ഒന്നുകൂടെ പ്രസിദ്ധീകരിക്കാനുള്ള ജോലി നടക്കുകയാണ്. ഇപ്പോൾ ഔട്ട് ഓഫ് പ്രിൻ്റാണ്, പുസ്തകമില്ല. ഇതാണ് എൻ്റെ ഋഗ്വേദത്തിൻ്റെ കഥ. മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൽ സാധാരണ ഔദൂജി സന്യാസി ശ്രേഷ്ഠരെയാണ് സത്സംഗത്തിനായിട്ട് തിരഞ്ഞെടുക്കാറുള്ളത്. സന്യാസിമാരുടെ ചാനൽ എന്ന് തന്നെയാണ് മീ ടു മീ മെഡിറ്റേഷൻ ചാനലിനെ അറിയപ്പെടുന്നത്. ഇന്ന് തുളസി കോട്ടുക്കൽജിയുമായിട്ടുള്ള ഈ ഒരു സത്സംഗം എടുക്കാൻ ഉള്ള കാരണം അദ്ദേഹത്തിൻ്റെ കൃഷ്ണായനം എന്ന ആ ഒരു രചനയായിരുന്നു. ആ രചനയെക്കുറിച്ച് അറിഞ്ഞിട്ടാണ്. എന്നാൽ നമ്മളിവിടെ വന്ന് ഈ സത്സംഗം എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വ്യാസഭഗവാനെ പോലെ വാൽമീകി മഹർഷിയെ പോലെ തന്നെ അത്രയും മഹത്തരമായിട്ടുള്ള ഒരു സന്യാസി വര്യനെയാണ് നമ്മൾ സത്സംഗത്തിനായിട്ട് തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ്. കാരണം കൃഷ്ണായനം പോലെയുള്ള ഒരു കൃതി രചിക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വരനുമായിട്ടുള്ള ആ നിത്യസത്യവുമായിട്ടുള്ള ഹൃദയബന്ധം കൂടിയേ തീരൂ. ആ ഒരു ഹൃദയബന്ധം, ആ ഹൃദയത്തിൻ്റെ ഭാഷയാണ് ഈ സത്സംഗത്തിലുടനീളം നമുക്ക് അനുഭവിക്കാൻ സാധിച്ചത്. തുളസീദാസൻ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉത്തമഭക്തനായിട്ടുള്ള തുളസീദാസനെ പോലെ തന്നെ അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ട് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ ആ ഈശ്വര തത്വത്തെ, സത്യത്തെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആ മഹാത്മാവിൻ്റെ പാദാരവിന്ദങ്ങളിൽ പൂർണ്ണ സമർപ്പണത്തോടുകൂടി നമ്മൾ ഓരോ സാധകരും നമിക്കുകയാണ്. അങ്ങേക്ക് നമ്മൾ സാധകരോട് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? പ്രിയപ്പെട്ട സാധകരെ, ശ്രോതാക്കളെ, മീറ്റ് ടു മീ എന്ന ഈ പരിപാടിയിൽ പങ്കെടുത്ത് നിങ്ങളോട് ഇത്രയും നേരം സംസാരിക്കാൻ ഇടവരുത്തിയ ഇതിൻ്റെ സംഘാടക പ്രതിഭകളോട് ആദ്യം മനസ്സ് തുറന്ന് നന്ദി പ്രകാശിപ്പിക്കുകയാണ് ഞാൻ. ഒപ്പം നിങ്ങളോട് എന്തെങ്കിലും ഒരു സന്ദേശം പറയണം എന്ന് ഇവർ പറഞ്ഞു. ഒന്നും വേണ്ട, ഒറ്റ വാക്കുമതി. സത്യം വദ ധർമ്മം ചര. പറയുന്നത് സത്യമായിരിക്കണം. കഴിയുന്നിടത്തോളം ധാർമ്മികമായി നമ്മൾ സഞ്ചരിക്കണം.
മരണം നമുക്ക് ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ഭൂമി വിട്ടു പോയേ മതിയാവും. ആ ഒരവസരത്തിൽ മരണഭയം എന്നൊന്ന് ഒരിക്കലും നമുക്കുണ്ടാവാൻ പാടില്ല. നമ്മുടെ ജീവിതം സുസ്ഥിരവും സുഭഗവും സുന്ദരവും ഹൃദ്യവും മറ്റുള്ളവർക്ക് താങ്ങായും തീരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സത്യം വദ ധർമ്മം ചര, അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക വാക്യം.